ഈ യോഗത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അവരെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ആദരണീയനായ അഹമ്മദ് അൽ ഖാസിം ഉസ്താദ്, യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നജീം ഫൈസി, ഷാഫി ഉസ്താദ്, മറ്റ് സംഘടനാ നേതാക്കൾ ഏവരെയും സർവോപരി ഇവിടെ ഈ യോഗം വീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ചുരുക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا مع الصادقين. صدق الله العظيم. ഈ മഹനീയമായ സദസ്സിൽ സ്വാഗത ഭാഷണം നടത്തിയ ബഹുമാന്യനായ SKSSFന്റെ മേഖലാ പ്രസിഡന്റ് അർഷദ് ഫൈസി അവറുകൾ ഈ പരിപാടിയിൽ ആമുഖ ഭാഷണം നടത്തുന്നതിനു വേണ്ടി വളരെ നേരത്തെ തന്നെ നമ്മുടെ ഈ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ പ്രഭാഷകൻ അലവി ദാരിമി കുഴിമണ്ണ അവറുകൾ, SYSന്റെ ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ ഷാഫി ഉസ്താദ്, നജീം ഫൈസി, മറ്റു അള്ളാഹുവിന്റെ വിശുദ്ധമായ ഈ ദീനിനോട് കൂറും സ്നേഹവും ആദരവുമൊക്കെ ഉള്ളതുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ആ ആശയങ്ങൾ പ്രചാരണം ചെയ്യുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിച്ച് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ദീനീ സ്നേഹികളായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. നാമൊക്കെ അറിയാവുന്നതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കീഴ്ഘടകമാണ് SKSSF, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. കാലാകാലങ്ങളിൽ മാറിവരുന്ന സാഹചര്യങ്ങൾക്കനുസൃതമായി കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പ്രസ്ഥാനം 925 കാലഘട്ടം മുതൽ തന്നെ തുടങ്ങിവെച്ച ആ പ്രവർത്തനങ്ങൾക്ക് സർവ്വവിധമായിട്ടുള്ള ഊടും പാവും നൽകി ആ പ്രസ്ഥാനത്തെ എങ്ങനെയൊക്കെ സഹായിക്കാമോ അങ്ങനെയൊക്കെ സഹായിച്ച്, ആ പ്രസ്ഥാനത്തിനു വേണ്ടി ഏതൊക്കെ നിലയിൽ പ്രവർത്തിക്കാമോ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന SKSSF എന്ന പ്രസ്ഥാനം ഇതാ അതിന്റെ സിൽവർ ജൂബിലി അഥവാ 25ാം വാർഷികം കൊണ്ടാടുകയാണ്. ഓരോ സമ്മേളനങ്ങളിലും പ്രത്യേകമായ പലതും ഇവിടെ സമൂഹത്തിന് കാഴ്ചവെച്ചിട്ടുണ്ട് SKSSF. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ദശവാർഷികം ആഘോഷിച്ചു, അതിന്റെ 10ാമത് വാർഷികം ആഘോഷിച്ചു. കുറ്റിപ്പുറത്ത് മാറുന്ന നൂറ്റാണ്ട് മാറാത്ത ശബ്ദമെന്ന് ഒരു പ്രമേയത്തിൽ അന്ന് വളരെ പ്രസക്തമായ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. കുറ്റിപ്പുറത്തിന്റെ ഭാരതപ്പുഴയെ സാക്ഷി നിർത്തിക്കൊണ്ട്, നീളാനദിയെ സാക്ഷി നിർത്തിക്കൊണ്ട് കേരളമൊട്ടുക്കും പ്രകമ്പനം ജ്വലിക്കുമാറ് വളരെ പ്രസക്തമായ ഒരു ആശയത്തെക്കുറിച്ച് SKSSF ചർച്ച ചെയ്തു. അന്ന് വലിയ മാറ്റങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടാക്കി തീർത്തത്. അതിന്റെ ഭാഗമായുള്ള പ്രചരണങ്ങൾ തന്നെ എത്ര മനോഹരമായിരുന്നു. ഇന്നിതാ ഒന്നുകൂടി വികസിച്ച്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾക്കൊത്തു മാറി സമസ്ത എന്ന പ്രസ്ഥാനം വിഭാവനം ചെയ്യുന്ന ഇസ്ലാമിക ആശയങ്ങൾ, അത് ആത്മീയ ചൂഷണങ്ങൾക്കെതിരെയാണെങ്കിൽ അങ്ങനെ, കള്ളത്തരീക്കത്തുകാർക്കെതിരെയാണെങ്കിൽ അങ്ങനെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ കപടമുഖമായി അവതരിപ്പിക്കുന്ന ബിദഈ കക്ഷികൾക്കെതിരെയാണെങ്കിൽ അങ്ങനെ,
ആ നിലക്കെല്ലാം ഇവിടെ സമൂഹത്തിന്റെ മധ്യേ കൃത്യമായി അവതരിപ്പിക്കുവാൻ സമസ്തയെ എന്നും സഹായിച്ചിട്ടുള്ള പ്രസ്ഥാനം ഇതാ എന്ന് അതിന്റെ 25ാം വാർഷികത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 25ാം വാർഷികം ഫെബ്രുവരി മാസം നടക്കപ്പെടുകയാണ്. തൃശൂരിൽ അതിന്റെ സമ്മേളനം വിപുലമായി നടത്തപ്പെടുമ്പോൾ അതിന്റെ ഒരു പ്രചാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഈ അടുത്ത് 2 ആഴ്ചകൾക്ക് മുമ്പ് ബഹുമാന്യനായ സലീം ഇർഫാനി അവർ വന്നുകൊണ്ട് അത്യുഗ്രമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തി. അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണവും നമ്മുടെ ആ സമ്മേളനത്തിന്റെ പ്രചരണമായി. അതിന്റെ ഭാഗമെന്നോണം സംസ്ഥാന അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെട്ട് ദക്ഷിണ കേരളത്തിന്റെ ഓരോ മുക്കുമൂലകളിലും കയറിയിറങ്ങി ഓരോ ജനങ്ങളെയും കൃത്യമായി ബോധവൽക്കരിച്ച് അള്ളാഹുവിന്റെ ദീൻ പറയുന്ന കൃത്യമായ ആശയങ്ങൾ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എന്ന് പരിശ്രമം തുടങ്ങിയിട്ടുണ്ടോ അത് മാറ്റം വരുത്താതെ പ്രാവർത്തികമാക്കാൻ സമസ്ത ഇന്നും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഈ സമൂഹത്തെ തൊട്ടുണർത്തിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചുണക്കുട്ടികൾ SKSSFന്റെ പടനായകന്മാർ അതിന്റെ ആദർശ വിഭാഗം ഇസ്തിഖാമ ഇതിലൂടെ കടന്നുപോകുന്നത്. അതിന്റെ ഒരു വേദിയിൽ സ്വീകരിക്കാനാണ് നാം എല്ലാം ഒത്തുകൂടിയിട്ടുള്ളത്. പാണക്കാട് തറവാടിലെ പൊന്നോമന പുത്രൻ ബഹുമാന്യനായ സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ കടന്നു വരുമ്പോ അതിന്റെ ആ സ്വീകരണ ചടങ്ങുകൾക്ക് ഒന്നുകൂടി മാറ്റേവുകയായി അതിന്റെ വലിയ പ്രാരംഭം കുറിക്കുകയായി. അല്പസമയത്തിനകം മഹാനവറുകൾ എത്തിച്ചേരും. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് നീട്ടി പറയുന്നില്ല. അലവിദാരിമി കുഴിമണ്ണ നിങ്ങളോട് സംസാരിക്കാനിരിക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെങ്കിലും 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് പറയുകയാണ്. സമസ്ത എന്ന പ്രസ്ഥാനം അതിന്റെ യഥാർത്ഥ മുഖത്തിൽ ജനങ്ങളുമായി തീവ്രതയില്ലാതെ സമരമാണ് ജീവിതമെന്ന പ്രഖ്യാപനമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഞങ്ങളുടെ ജീവിതം അള്ളാഹുവിന്റെ ദീനിന്റെ കൃത്യമായ പാന്താവിലൂടെ പോകുന്നതിന് വേണ്ടിയുള്ള ആ ഒരു സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, കൃത്യമായി നാം മനസ്സിലാക്കണം. കൃത്യമായ അള്ളാഹുവിന്റെ ദീനിന്റെ ആ ആശയങ്ങളെ ഒരു ചൂഷണത്തിനും വകയില്ലാതെ പച്ചയായ രൂപത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സമസ്ത പരിശ്രമിക്കുമ്പോൾ അതിന്റെ പൂർവ്വകാലങ്ങളിലുള്ള നേതാക്കൾ പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നാമൊക്കെ പ്രസംഗിക്കും, നമ്മൾ ആവേശം കൊള്ളും. കേരളത്തിലെ മുസ്ലിം ജനത ഒന്നടങ്കം ആവേശം കൊള്ളും. ബഹുമാന്യനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, അള്ളാഹു ആ മഹാനുഭാവന്റെ കബറിടം വിശാലമാക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, ആ മഹാനുഭാവന്മാരുടെയൊക്കെ പാത പിൻപറ്റി കൃത്യമായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞിട്ടുള്ള പ്രസ്ഥാനമേതാണെന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ തിരിച്ചറിയണമെന്ന് വളരെയധികം പക്വതയോടുകൂടി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എന്തിനധികം പറയണം, നമ്മുടെ നാട് തന്നെ എടുത്തു നോക്കിയാൽ പോരെ. നമ്മുടെ നാട്ടിൽ ദീനീ പ്രഭാവത്തിന്റെ ചൈതന്യമായി നിലകൊണ്ടുള്ള ബഹുമാനപ്പെട്ട മാവുങ്കൽ മുഹമ്മദ് മുസ്ലിയാർ, നിങ്ങൾക്കെല്ലാം അറിയാം. മാവുങ്കൽ ഔലിയ എന്ന് വടക്കുള്ള മഹാന്മാരായ ഉസ്താദന്മാർ കൃത്യമായി വിളിച്ച ആ മാവുങ്കൽ ഔലിയ നമ്മുടെ നാട്ടിൽ ജീവിച്ചതാ. അദ്ദേഹത്തിന്റെ മരണം നമ്മൾ മനസ്സിലാക്കണം. സമസ്തയുടെ ആലിമ്യങ്ങളെ കുറിച്ച് നമ്മൾ വാദോരാതെ പറയുമ്പോൾ പറയാറുണ്ട്, ആക്കിബത്ത് നന്നാകും, അള്ളാഹുവേ ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കി തരണമേ റബ്ബേ എന്ന് ഏത് സമയമാണ് നമ്മൾ ദുആ ചെയ്യാത്തത്? എന്നാൽ സമസ്തയുടെ ആലിമീങ്ങളുടെ മരണം നിങ്ങൾ എടുത്തു നോക്കണം. സമസ്തയുടെ ആലിമീങ്ങളുടെ മരണം നിങ്ങൾ പഠിക്കണം. എന്നിട്ട് നിങ്ങൾ വിലയിരുത്തണം. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിച്ച് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി കൃത്യമായി മരണപ്പെട്ടുപോയ മഹാരഥന്മാർ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴോ മഹാനായ മാവുങ്കൽ ഉസ്താദിന്റെ മരണം നിങ്ങൾ പഠിക്കണം. എന്നിട്ട് വിലയിരുത്തണം, ആ മഹാനുഭാവൻ ഏത് ഭാഗത്തായിരുന്നു, ആ മഹാനുഭാവൻ ഏത് പ്രസ്ഥാനത്തിന്റെ കൂടെയായിരുന്നു. നമ്മളൊക്കെ ആ മഹാനുഭാവന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചമുണ്ടാകുന്നുണ്ടെങ്കിൽ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ മഹാനുഭാവന്റെ മരണം നമുക്ക് പഠിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കരികിലേക്ക് ഒരു സഹാബി വര്യൻ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഞാൻ നബി തങ്ങളുടെ അടുത്ത് നിൽക്കുകയാണ്. ആ സഹാബിയെ പറ്റി മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് വഹി അറിയിച്ചു, അള്ളാഹുവിന്റെ ഹബീബെ, അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ സഹാബി അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ റൂഹ് അള്ളാഹു പിടിക്കും.
അള്ളാഹു ആ മനുഷ്യനെ ഇപ്പോൾ മരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, അള്ളാഹുവിന്റെ ഹബീബായവരെ, ഞാൻ എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത്? ഏത് പുണ്യകർമ്മമാണ് ഞാനിപ്പോൾ ചെയ്യേണ്ടത്? എന്റെ മരണത്തിന് തൊട്ടു മുമ്പ് എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും പുണ്യകരമായ ഒരു കർമ്മം എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഇൽമിന്റെ മജ്ലിസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി നീ ഇരിക്കണമെന്ന് പറഞ്ഞു. ഇത് നബി തങ്ങളുടെ ചരിത്രമാണ്. നബി തങ്ങളുടെ ജീവിതത്തിലെ സംഭവമായി ഹദീസിന്റെ കിതാബുകൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളതാ. നിങ്ങൾ മാവുങ്കൽ ഉസ്താദിലേക്ക് വരിക. മഹാനവറുകൾ EK ഹസൻ മുസ്ലിയാർ എന്ന പ്രൗഢോജ്വല പ്രഭാഷകൻ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ധീരനായ പോരാളി, ആലപ്പുഴയിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നു. മഹാനവറുകളെ ഈ തൊട്ടടുത്ത പ്രദേശമായ നീർക്കുന്നം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഉസ്താദ് വീട്ടിൽ നിന്നും രാവിലെ ഇറങ്ങി പുറപ്പെട്ടു. അല്പം ഒരു നെഞ്ചുവേദന. ഉസ്താദ് പോയില്ല. ഉച്ചക്കിറങ്ങാൻ തീരുമാനിച്ചു, നാട്ടിലേക്ക് വിളിക്കാൻ. ആ മഹാനുഭാവൻ ഉദ്ദേശമുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തയുടെ ആശയങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ പറയണം. ഉച്ചക്കിറങ്ങാൻ വേണ്ടി പുറപ്പെട്ടു. ആ മനുഷ്യനിക്ക് അല്പം ഒരു മഴ തടസ്സമായി. അള്ളാഹു ആ മനുഷ്യനെ അന്ന് ആ സമയത്തും അങ്ങോട്ട് വിട്ടില്ല. വൈകുന്നേരം ആ ഉസ്താദ് തയ്യാറായി ആലപ്പുഴയിൽ ചെന്നു. എന്താ സംഭവം? EK ഹസൻ മുസ്ലിയാരെ കണ്ടു. ഉസ്താദെ, ഞങ്ങളുടെ നാട്ടിലേക്കൊന്ന് പ്രസംഗിക്കാൻ വരണം, ഞങ്ങളുടെ നാട്ടിൽ ദീനീ പ്രബോധനത്തിന് ഉസ്താദ് വരണം എന്ന് വളരെയധികം സൗമനസ്യത്തോടുകൂടി ആ മനുഷ്യൻ ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ഉസ്താദ് ഒരു നിബന്ധന വെച്ചു. ഉസ്താദ് ഒരു ഷർത്ത് വെച്ചു. എന്താണ് ആ നിബന്ധന? ഉസ്താദ് പറഞ്ഞു, എനിക്കൊരു നിബന്ധനയുള്ളത് കാറ് വേണം എന്നല്ല, കാറിന്റെ വലിപ്പത്തിന്റെ ഹുങ്കല്ല എനിക്ക് പറയേണ്ടത്. പിന്നെയോ, എനിക്ക് വേണ്ടത് മാവുങ്കൽ ഉസ്താദ് എന്ന് പറയുന്ന അങ്ങ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ഈ വേദിയിലിരിക്കണം. എനിക്കുള്ള നിബന്ധന അതാണ്. എന്റെ നിബന്ധന ആ ഇൽമിന്റെ മജ്ലിസിൽ അങ്ങിരിക്കണം. ബഹുമാനപ്പെട്ട മാവുങ്കൽ ഉസ്താദ് സമ്മതിച്ചുകൊണ്ട് രാവിലെ പോവാൻ അള്ളാഹു മുടക്കിയെങ്കിൽ, ഉച്ചക്ക് പോവാൻ അള്ളാഹു സമ്മതിച്ചില്ലെങ്കിൽ വൈകുന്നേരം ഇൽമിന്റെ മജ്ലിസ് തിരിക്കാൻ വേണ്ടി അള്ളാഹു ഖലാഉ ചെയ്തു. ആ മനുഷ്യൻ അവിടെ പോയിരുന്നു. നിങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ നിൽക്കുന്ന ആളുകൾ, ഇന്നും നമുക്കൊക്കെ അറിയാവുന്നതല്ലേ. അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെ നൂറുസ്താദ് ജീവിച്ചിരിപ്പുണ്ടല്ലോ. നിങ്ങൾ ചോദിക്കണം സഹോദരങ്ങളെ, ഈ സംഭവം മഹാനവറുകൾ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് പങ്കെടുത്തൊരു വേദി, അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിന്റെ ഇൽമു പറയുന്ന വേദി. ഇതാണ് സഹോദരങ്ങളെ സമസ്തയുമായി ബന്ധപ്പെട്ട് ജീവിച്ചാലുള്ള ഗുണം. അള്ളാഹു നമുക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെയാ. നമ്മുടെ നാടിന്റെ ചരിത്രം തന്നെ നമുക്ക് പറയാൻ, നമുക്ക് മാതൃകയുള്ള വ്യക്തികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ എന്തിന് മറ്റു പ്രസ്ഥാനങ്ങൾ അന്വേഷിക്കണം? ആലോചിക്കാൻ തയ്യാറാകണം സഹോദരങ്ങളെ. ഒന്നും വേണ്ട, നമ്മൾ കുറവെന്തോടാണ് ഇപ്പൊ നിൽക്കുന്നത്. ഈ പള്ളിയിൽ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, ബഹുമാന്യനായ അബ്ദുറഹ്മാൻ ബാഖവി ഉസ്താദ്. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ, അള്ളാഹു ഖബർ വിശാലമാക്കുമാറാവട്ടെ. ആർക്കാ അറിയാത്ത ഉസ്താദിനെ? ഈ നാട്ടിലെ ഓരോ മണൽത്തരികൾക്കും അറിയാവുന്ന അബ്ദുറഹ്മാൻ ബാഖവി ഉസ്താദ് എന്ന മഹാനുഭാവനെ കുറിച്ച് ആർക്കാ വാദോരാതെ പറയാനില്ലാത്തത്? ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നാൽ ഞാൻ എന്റെ ജീവിതത്തിൽ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. ആ മനുഷ്യനെ കുറിച്ച് ഇവിടെയുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ അടുത്ത് പോയ അടുത്തുള്ള പ്രദേശത്തുള്ള ആളുകളൊക്കെ എത്രയെത്രയാ പറയുന്നത്. ആ മനുഷ്യന്റെ അടുത്ത് പോയാൽ തോന്നും ഉസ്താദിന് എന്നോടാണ് കൂടുതൽ സ്നേഹമെന്ന് തോന്നിപ്പോകും. ശരിയല്ലേ ഈ പറയുന്നത്? ഉസ്താദിന് എന്നോടാണ് സ്നേഹമെന്ന് വേറൊരാൾ എന്നാൽ അയാൾക്ക് തോന്നും ഉസ്താദിന് എന്നോടാണ് കൂടുതൽ സ്നേഹമെന്ന്. അങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു. ആ മനുഷ്യൻ ഏത് പ്രസ്ഥാനത്തിന്റെ ആളാണെന്ന് ചോദിച്ചാൽ ബഹുമാന പുരസ്സരം നമുക്ക് പറയാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന SKSSF കീഴ്ഘടകമായിട്ടുള്ള ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി ഇവിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന, ഓടി നടന്ന് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാനുഭാവൻ അള്ളാഹു ഖബർ വിശാലമാക്കുമാറാവട്ടെ. ആ മനുഷ്യനെ കുറിച്ച് ആർക്കാ പറയാനില്ലാത്തത്? ബഹുമാനപ്പെട്ടവരുടെ മരണം നാം പഠിക്കേണ്ടതല്ലേ? ആർക്കാ അറിയാത്തത്? ഞാനത് ഓർമ്മിപ്പിക്കുക മാത്രമാണ്. ബഹുമാനപ്പെട്ടവരുടെ മരണം ആർക്കാ അറിയാത്തത്? ബഹുമാന്യനായ രാമന്തളി ഉസ്താദ് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യനായ രാമന്തളി ഉസ്താദ് അല്പസമയത്തിനകം തങ്ങളും ഇവിടെ എത്തിച്ചേരും. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിൽ ജീവിച്ച ഒരു മഹാനുഭാവനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ആ മനുഷ്യൻ മരിച്ചത്, ശ്രദ്ധിക്കണം, ആ മനുഷ്യൻ മരിച്ചത് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാ. എനിക്ക് കൃത്യമായി ഉറപ്പില്ലെങ്കിലും ചിലരെങ്കിലും എന്നോട് പറഞ്ഞു സുജൂദിലാണത്രേ ഉസ്താദ് മരിച്ചത്.
ആ മനുഷ്യൻ നമസ്കാരത്തിൽ മരിച്ചവരാ. സുജൂദിലാണത്രേ ഉസ്താദ് മരിച്ചത് എന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട്. ഈ നാട്ടിന്റെ മണൽത്തരികളിൽ ഇവിടെയുള്ള വീടുകളിലെ ഓരോ സഹോദരങ്ങൾക്കും അറിയാവുന്ന വ്യക്തി അഖറബു മാ യകൂനുൽ അബ്ദു ഇലല്ലാഹി വഹുവ സാജിദുൻ ശഫീഉനാ റസൂലുള്ളാഹി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് നാം കൂട്ടി വായിക്കണം. എന്താ പറഞ്ഞത്? ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം അവൻ സുജൂദിലാകുമ്പോഴാണ്, നമസ്കാരത്തിലാകുമ്പോഴാണ് എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മഹാനുഭാവനൊക്കെ ഇവിടെ ജീവിച്ചവരാ. അവർ നേതൃത്വം നൽകിയ പ്രസ്ഥാനമേതാ, അവർ നടന്നു കാണിച്ച പ്രസ്ഥാനമേതാ എന്ന് നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. ആമുഖ ഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാന്യനായ അലവി ദാരിമി കുഴിമണ്ണ അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله مولانا العظيم. അഭിമന്യരായ രാമന്തളി സാഹിബ്, മറ്റു വേദിയിലും സദസ്സിലും ഒത്തുകൂടിയിട്ടുള്ള പണ്ഡിതന്മാരെ, കാരണവന്മാരെ, പുന്നപ്ര ഈ പ്രദേശത്തുള്ള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും കീഴ്ഘടകങ്ങളുടെയും പ്രവർത്തകരും പ്രചാരകരുമായിട്ടുള്ള സുഹൃത്തുക്കളെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഏറ്റവും വലിയ വിദ്യാർത്ഥി കീഴ്ഘടകമായ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ആദർശ വിങ്ങായ ബഹുമാനപ്പെട്ട ഇസ്തിഖാമ അതിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെയും കേരള ഇസ്ലാമിക് ക്ലാസ് റൂം KCR-ന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ആദർശ പ്രചരണ ജാഥ ഇവിടെ എത്താൻ ഏകദേശം ഇനി അല്പസമയത്തിനുള്ളിൽ എത്തിപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഇവിടെ എത്താൻ പോവുകയാണ്. നമ്മുടെ ഈ പരിപാടി ഈ സമയത്ത് നമ്മളിവിടെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നതോടുകൂടെ തന്നെ നൂറുകണക്കിന് ആളുകൾ, ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകൾ ഈ സമയത്ത് ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു സന്തോഷ വാർത്ത ഇവിടെയുള്ള ആളുകളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾക്കറിയാം, ഇസ്ലാമിക അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശ രംഗത്ത് നമ്മൾ അറിയാത്തൊരു ഭാഗമുണ്ട്, കേരള ഇസ്ലാമിക് ക്ലാസ് റൂം. അത് നമ്മൾ ഇതുപോലെ നോക്കിയാൽ കാണാത്തൊരു ഭാഗമാണ്. അതിന്റെ നേതൃത്വത്തിലും കൂടിയാണ് ഇങ്ങനെ ഈ സംരംഭം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങൾ, അതുപോലെ തന്നെ ഇസ്ഹാഖ് മഞ്ചേരി, ബഹുമാനപ്പെട്ട അസൂസി യമാനി, നൌഷാദ് താഴക്കോട്, അമീൻ കോറ്റിക്കര തുടങ്ങിയ KCR-ന്റെ പ്രവർത്തകന്മാരും അതുപോലെ അതിന്റെ അണിയറ ശില്പികളും പടച്ചറബ് അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പവിത്രമായ പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമായ ശാഖ, പടച്ച തമ്പുരാന്റെ പരിശുദ്ധമായ ദീൻ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ ഈ കേരളത്തിന്റെ മണ്ണിൽ എത്തിയിട്ടുണ്ട്. ഈ പരിശുദ്ധമായ ദീൻ, അതിന്റെ യഥാർത്ഥമായ രൂപമാണ് കേരളത്തിന്റെ മണ്ണിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ യഥാർത്ഥമായ പരിശുദ്ധമായ ദീൻ അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിന്റെ മാറ്റത്തിരുത്തലുകളും മാറ്റിമറിക്കലുകളുമില്ലാതെ അതിന്റെ യഥാർത്ഥമായ ഭാവവും രൂപവും നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1926 ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ള ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 8.5 പതിറ്റാണ്ടിലധിക കാലമായി ഇവിടെ ഈ കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 9500 പരം വരുന്ന മദ്രസകളും 1000-ഓളം വരുന്ന യത്തീംഖാനകൾ, അറബി കോളേജുകൾ അടക്കമുള്ള ദീനീ സ്ഥാപനങ്ങൾക്ക് ഈ മഹിതമായ സംഘടന നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കറിയാം, കേരള മുസ്ലിമീങ്ങളുടെ ആത്മീയ നേതാക്കന്മാർ ഉൾക്കൊള്ളുന്ന, നായകന്മാർ ഉൾക്കൊള്ളുന്ന
ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്യങ്ങളാണ് നമ്മൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പണ്ഡിതന്മാരുടെ നേതാക്കന്മാരെന്നറിയപ്പെടുന്ന സൂഫിയാക്കളായ ബഹുമാനപ്പെട്ട ശൈഖുന ആനക്കരാശി കോയക്കുട്ടി ഉസ്താദിനെ പോലെ, ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിനെ പോലെയുള്ള സാത്വികന്മാരായ പണ്ഡിതന്മാരാണ് ഈ മഹിതമായ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഭൗതികമായ താൽപര്യങ്ങളില്ലാതെ, ഭൗതികമായ പളപളപ്പിന്റെ പ്രസരിപ്പില്ലാതെ ആഖിറമായ ലോകത്തേക്ക് വിജയിക്കാൻ ആവശ്യമായ, ഈമാൻ സലാമത്താകാൻ ആവശ്യമായ അജണ്ടകളുമായി മാത്രം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇവിടെ നാം ഒരു കാര്യം കൂടെ ഓർക്കേണ്ടതുണ്ട്. ഇതേ പേരിൽ മറ്റൊരു സംഘടന കൂടെ കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നുപോകരുത്. നമ്മൾക്കറിയാം, ഇന്ത്യ കേരളത്തിലെന്നല്ല, ഇന്ത്യ രാജ്യത്ത് എന്നല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരു യഥാർത്ഥമായ ഒരു വിഷയമുണ്ടെങ്കിൽ അതിന് സമാന്തരമുണ്ടാകുന്ന ഒരു പ്രവണത ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ളതാണ്. നമ്മൾക്കറിയാം, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു വിങ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണം. 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം പടച്ചവന്റെ പരിശുദ്ധമായ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി രൂപീകൃതമായപ്പോൾ അതിൽ കടന്നുകയറുകയും അതിന്റെ പ്രവർത്തകന്മാരെന്ന വ്യാജേന കടന്നുകയറുകയും പിന്നീട് 1988-89 കാലഘട്ടങ്ങളിൽ മഹാന്മാരായ പണ്ഡിതന്മാരെ വേദനിപ്പിച്ചുകൊണ്ട് ഭൗതികമായ ലോകത്തെ ജീവിതത്തിന്റെ സുഖാഡംബരങ്ങളിൽ മതിമറക്കാൻ വേണ്ടി രംഗപ്രവേശനം നൽകിയ ആളുകൾ ഈ മഹിതമായ സംഘടനയെ ഭിന്നിപ്പിച്ചതിന്റെ പേരിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് എണ്ണിയാൽ തീരാത്ത നഷ്ടങ്ങളും കളങ്കങ്ങളും ഇവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇവിടെ നമ്മൾക്കറിയാം, ഒത്തൊരുമയോടെ ഐക്യത്തോടെ ഒരു തോളിൽ കൈവച്ച് ഒരു മാലയിൽ കോർത്ത് മുത്തുമണികളെ പോലെ ഐക്യത്തിലും ഒത്തൊരുമയിലും നിൽക്കേണ്ട മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിച്ച് നാടിൽ കലുഷിതമായ സാഹചര്യങ്ങളുണ്ടാക്കി, പള്ളികൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യങ്ങളുണ്ടാക്കി, മദ്രസകൾക്ക് ഇടച്ചുമര വെക്കേണ്ട സാഹചര്യങ്ങളുണ്ടാക്കി. ഇങ്ങനെ ഒരു സാഹചര്യങ്ങളുണ്ടാക്കി ഇതിൽ നിന്ന് എന്തെങ്കിലും ലാഭം മുതലെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയാൽ ഇവിടെ മരണം എന്ന് പറയുന്നൊരു സംഭവം നമ്മൾക്ക് വരാനുണ്ട്. അതിന്റെ ശേഷം ഇവിടെ ബർസഖിയായ ലോകമുണ്ട്. അതിന്റെ ശേഷം വിചാരണ നാളുണ്ട്. ഈ വിഷയങ്ങളൊക്കെ മറന്നുപോയാൽ നമ്മുടെ ആഖിറം നഷ്ടപ്പെടുമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾക്കറിയാം, നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ കർമ്മങ്ങളും നാളെ ആഖിറമാകുന്ന ലോകത്ത് വിജയിക്കാനുള്ളതാണ്. പക്ഷേ മറ്റു പലരും തെറ്റിദ്ധരിച്ചതുപോലെ വിശ്വാസിയുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇവിടെ താമാശയ പൂരണത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾക്കറിയാം. നമ്മളെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, നമ്മുടെ കരളിന്റെ കഷ്ണമായ പരിശുദ്ധമായ മദീനയിലെ ഖുത്ബത്തുൽ ഖദറായിന്റെ ചുവട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട സയ്യിദുന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മുടി കൊണ്ടുവരികയും കൊണ്ടുവന്ന ആളുകൾക്കും അതിന് ഓശാന പാടിയ ആളുകൾക്കും ഇത് നബി തങ്ങളുടേതാണെന്ന് ഈ നിമിഷം വരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാലും നബി തങ്ങളുടെ മുടിയാണെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് അതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ പിരിച്ച് ഇവിടെ സുഖം സുന്ദരമായ യാത്രകൾ, കോടിക്കണക്കിന് രൂപമെടുക്ക യാത്രകൾ പൊടിപൊടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇസ്രയേലിന്റെ ചിഹ്നങ്ങൾ മുദ്രണം ചെയ്ത നബി തങ്ങൾ ഉപയോഗിച്ചെന്ന് കള്ളപ്രചരണം നടത്തിയ ഒരു പാത്രം ഇവിടെ കൊണ്ടുവരികയുണ്ടായി. ഇങ്ങനെ മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ, ഈമാനിനെ കൊള്ളയടിക്കാൻ, ഭൗതികമായ താൽപര്യങ്ങൾക്ക് വേണ്ടി മാത്രം മതസംഘടനകൾ പ്രവർത്തിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നമ്മൾക്കിവിടെ ഹോംബാത്രം വേർതിരിച്ചു തന്ന ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ പോലെ, ശംസുൽ ഉലമയെ പോലെയുള്ള മഹാന്മാർ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളെ പോലെ, ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ പോലെയുള്ള കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നമ്മൾക്ക് നേതൃത്വം നൽകിയ സച്ചരിതരായ സന്മാർഗദർശികളായ മഹാന്മാരായ പണ്ഡിതന്മാരും സാദാത്യങ്ങളും നമ്മൾക്കറിയാറ്. കേരളത്തിന്റെ പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളുടെ കഥയെടുത്തു നോക്കിയാൽ, UP-യെ പോലെയുള്ള, ഗുജറാത്തിനെ പോലെയുള്ള സംസ്ഥാനങ്ങളെ കഥയെടുത്തു നോക്കിയാൽ കേരളത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു മതസംവിധാനം, ഒരു മതവിദ്യാഭ്യാസ സംവിധാനം കാണാൻ സാധിക്കില്ല. ഇത് കേരളത്തിന്റെ മണ്ണിലുണ്ടായത്. ഇവിടെ ഉത്തരവാദിത്വ
ബോധമുള്ള, ഭാവിയെപ്പറ്റി ചിന്തയുള്ള, യഥാർത്ഥമായ ദീനിന്റെ നിയമം ഇവിടെ സമുദായം പഠിക്കണമെന്ന് ബോധമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ നേതൃത്വം നൽകിയതുകൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യം നമ്മൾക്ക് കേരളത്തിന്റെ മണ്ണിലുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹക്കായ പാത ഏതാണെന്ന് മനസ്സിലാക്കി അതിന്റെ പിന്നിൽ നമ്മൾ അടിനിരക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ഏ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം, പടച്ചവനെ പേടിച്ച് ജീവിക്കണം. നാളെ നിങ്ങൾക്ക് വിജയം ലഭിക്കണമെങ്കിൽ നിങ്ങൾ സത്യവാന്മാരോടുകൂടെ സത്യസന്ധമായ വിശ്വാസവും അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളോട് കൂടെ നിങ്ങൾ കൂടണം. അങ്ങനെ ഖുർആൻ പറയാൻ കാരണം ഇവിടെ സത്യവാന്മാരല്ലാത്ത ആളുകൾ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമുണ്ടാകുമെന്നാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത്. ആയതുകൊണ്ട് തന്നെ വരും കാലങ്ങളില് നമ്മുടെ ജീവിതം ഭാസുരമാക്കിയെടുക്കാൻ, ആഖിറം വെളിച്ചമാക്കിയെടുക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് പ്രസിഡന്റായും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് സെക്രട്ടറിയുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശങ്ങളും ആശയങ്ങളും പ്രചരിപ്പിക്കുകയും അതിന് ശക്തി പകരുകയും നമ്മുടെ വിദ്യാർത്ഥികൾ SKSSFന്റെ ബിൽ അണിനിരക്കുകയും ചെയ്തുകൊണ്ട് ഭാവി ഭാസുരമാകാൻ ശ്രമിക്കണമെന്നും മാത്രം ഓർമ്മപ്പെടുത്തി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ നമ്മുടെ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് രാമന്തളി ഇവിടെ വേദിയിലുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ബഹുമാനപ്പെട്ട സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള നിരവധി അനവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടെയുള്ള വാഹന പ്രചരണ ജാഥ ഇവിടെ ഏതാനും സമയങ്ങൾക്കുള്ളിൽ എത്തിപ്പെടാൻ പോവുകയാണ്. നല്ല ഊഷ്മളമായ സ്വീകരണം നമ്മൾക്കിവിടെ അവർക്ക് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ജാഥാംഗങ്ങളോടുകൂടെ ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ, നിരവധി നേതാക്കന്മാർ അവരോട് കൂടെയുണ്ട്. അതുകൊണ്ട് അവർ എത്തിപ്പെടും മുമ്പ് നമ്മുടെ ആമുഖ പ്രസംഗ പരിപാടികൾ ഇവിടെ അവസാനിക്കേണ്ടതുണ്ടായതുകൊണ്ടും ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. പടച്ചറബ് ഹിദായത്തിന്റെ മാർഗത്തിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി നമ്മുടെ ഈ പരിപാടിയിൽ പ്രഭാഷണം നടത്തി ഈ മഹനീയ വേദിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ മുഹമ്മദ് രാമന്തളി അവറുകളാണ്. ഒരു കാലഘട്ടത്തിൽ വിഘടിത സമസ്തയുടെ പ്രചാരകനായും മുടി സംവാദത്തിൽ അവരുടെ മീഡിയേറ്ററായും ഒക്കെ പ്രവർത്തിച്ച, അവരുടെ മോഡറേറ്ററായിട്ടും അവരുടെ ആൾ എന്ന രീതിയിൽ അവർ തന്നെ കൊണ്ടുവച്ചിരുന്ന ബഹുമാന്യനായ മുഹമ്മദ് രാമന്തളി, അദ്ദേഹം ഇന്ന് വിഘടിത കൂടാരത്തിൽ നിന്ന് ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് വന്നിട്ട് ഒളിച്ചോടാൻ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം ഇൻഷാ അല്ലാഹ് നിങ്ങളോട് സംവദിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയും. ബഹുമാനപ്പെട്ട രാമന്തളി, മുഹമ്മദ് രാമന്തളി അവറുകളെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ പ്രിയ സുഹൃത്ത് അലവി ദാരിമി, ഹർഷാദ് ഫൈസി, അഹമ്മദ് അൽ കാസിമി, നജീം ഫൈസി, SM മുഹമ്മദ് ഷാഫി തുടങ്ങി വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ഈ നാട്ടിന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും കർമ്മധീരരായ പ്രവർത്തകരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതവിശ്വാസികൾക്കും അഭ്യുതകാംക്ഷികൾക്കും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരങ്ങൾ നിറഞ്ഞ സ്വാഗതം.
കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ ധർമ്മപക്ഷത്തിന്റെ കയ്യൊപ്പായി എന്നും എണ്ണപ്പെടുന്ന ആധികാരിക വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അഥവാ SKSSF എന്ന സംഘടന. മാതൃകാപരമായ പ്രവർത്തനങ്ങളാൽ സാംസ്കാരിക കേരളത്തിന് തിലകച്ചാർത്ത് നൽകിയ ഒരു വലിയ പ്രസ്ഥാനമായാണ് SKSSF കേരളത്തിൽ അറിയപ്പെടുന്നത്. കലാപരമായുണ്ടാക്കിയ പ്രവർത്തനങ്ങൾക്ക് പകരം അനിവാര്യമായ ഇടപെടലുകളിലൂടെ മാത്രം ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്തിയ സംഘടനയാണ് SKSSF. സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നാണ് SKSSF എന്ന വാക്കിന്റെ അർത്ഥം. അഥവാ കേരളത്തിലെ ആധികാരികമായ മതസംഘടനയുടെ കീഴ്ഘടകം വിദ്യാർത്ഥി പ്രസ്ഥാനം, യുവജന പ്രസ്ഥാനമാ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതിൽ നിന്ന് കുറെ അക്ഷരങ്ങൾ കുറച്ചിട്ടൊരു സംഘടനയിൽ കുറച്ചു മുമ്പ് ഞാൻ പ്രവർത്തിച്ചിരുന്നു. അവിടെ സമസ്ത എന്ന പേര് ആ വിദ്യാർത്ഥി സംഘടനയുടെ പേരിനോടൊപ്പം ചേർത്തിയിട്ടില്ലായിരുന്നു. കാരണം അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക് ആ പ്രസ്ഥാനത്തെ വിശ്വാസമില്ലാത്തതുകൊണ്ട് സമസ്ത ആ സംഘടനയ്ക്ക് അംഗീകാരം നൽകിയിട്ടില്ല. ഇനി അവർ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന തന്നെ അരവിന്ദാക്ഷമേനോൻ രൂപീകരിച്ച് നൽകിയ ഒരു പ്രസ്ഥാനമുണ്ട്, ഒരു സമസ്തയുടെ പേര് പറയുന്ന പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനം പോലും കഴിഞ്ഞ 1.5 വർഷം മുമ്പാണ് ആ സംഘടനയെ അവരുടെ കീഴ്ഘടകമായി പോലും അംഗീകരിച്ചത്. അവരുടെ പ്രസ്ഥാനമുണ്ടായിട്ട് 20 കൊല്ലക്കാലത്തോളം അവരുടെ നേതാക്കൾ ആലോചിച്ചു, ചിന്തിച്ചു, ഇവരെ അംഗീകരിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് ഉറപ്പുവരാതെ വന്നിട്ട് അവസാനം ഇവർ പുറഞ്ചാടുമോ എന്ന് തോന്നിയപ്പോഴാണ് ഇവർക്ക് അംഗീകരിച്ചു കൊടുത്തത്. എന്നാൽ SKSSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേര് പോലും നൽകിയത് ദൈക്ഷണിക കേരളത്തിന്റെ ആത്മീയതയുടെ ഉത്തുംഗ ശ്രേണിയിലുണ്ടായിരുന്ന മഹാനരായ ശംസുൽ ഉലമ എന്ന അറിവിന്റെ കേദാരം. അവിടുന്നാണ് ഈ പേര് പോലും നിർദ്ദേശിച്ചത്. വർഷം തികയുന്നതിന് മുമ്പ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അംഗീകാരവും നൽകി. കേരളത്തിലെ അങ്ങേയറ്റം മുതൽ ഇങ്ങ് തിരുവനന്തപുരത്തിന്റെ അറ്റം വരെ ഒരാൾ ഒരു യാത്ര ചെയ്താൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേര് എല്ലാ മദ്രസകളിൽ കൂടുതൽ പ്രദേശങ്ങളിലും മദ്രസകളിൽ ആ പേര് കാണാം. സമസ്ത എന്ന് പറഞ്ഞാൽ അറിയാത്തതിന്റെ ഒരു പ്രശ്നം ഇവിടെയില്ല. മറ്റു ചിലരുണ്ടാക്കിയ സമസ്തയെ TT ബസ് പോലെയാണ് നമ്മൾ കാണാറുള്ളത്. TTയുടെ സ്റ്റോപ്പ് ഒരു സ്ഥലത്ത് നിന്ന് വിട്ടാൽ 45 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും ചിലപ്പോൾ അവരുടെ സ്റ്റോപ്പ്. ചിലപ്പോൾ തൊട്ടടുത്തുണ്ടായി എന്ന് വരാം. പിന്നെ കാണണമെങ്കിൽ 100 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകണം. അഥവാ ജനങ്ങൾക്കിടയിൽ കാണാൻ പറ്റാത്ത, സമൂഹത്തിന്റെ ഇടയിൽ ചിന്തിക്കാൻ പറ്റാത്ത, സമൂഹം അംഗീകരിക്കാത്ത ഒരു വിഭാഗത്തിന് ചില കാലികമായ പ്രബന്ധങ്ങളെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച് ലേഖനങ്ങൾ എഴുതിയും ആ പ്രമേയങ്ങളെ സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തുണ്ടാക്കുന്ന ചില ചിട്ടവട്ടങ്ങളല്ലാതെ ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. ഇവിടെ ഒരുപാട് ഈർക്കിൽ സംഘടനകളുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു നടന്നവർ നാട്ടിലുണ്ട്. അതുപോലെ സംഘടനാ വൈപുല്യമുള്ള ഈ നാട്ടിൽ, സംഘടനകളുടെ ആധിക്യമുള്ള നാട്ടിൽ ഓരോ ആളുകൾക്കും ഓരോ സംഘടന എന്ന പേരിൽ തന്നെ രൂപീകരിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. അത്തരം പട്ടികയിലേക്ക് പെടുത്താൻ പറ്റുന്ന ചില ശ്രമങ്ങൾ മാത്രമായി ഉണ്ടായ സംഘടനകൾക്ക് പകരം SKSSF ഉയർത്തുന്നത് 25 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട് 250 കൊല്ലത്തെ പ്രവർത്തനത്തിന്റെ പാരമ്പര്യം കാണിച്ചിട്ട് കേരള സമൂഹത്തിന് വരച്ചു കാണിച്ചു കൊടുത്തു. ഇത് ധർമ്മത്തിന്റെ വഴിയാണ്, ഇത് സത്യത്തിന്റെ വഴിയാണ്, ഇത് നീതിയുടെ വഴിയാണ്, ഇത് അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടമാണ്. ഈ സംഘടന ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ ഓരോന്നും സമൂഹത്തിലെ ഉത്ഭുതരായ ജനങ്ങൾ സ്വീകരിച്ച പ്രമേയങ്ങളായിരുന്നു. ഈ പ്രമേയങ്ങളെ, SKSSF ഉയർത്തിപ്പിടിച്ച പ്രമേയങ്ങളെ സമൂഹത്തിലെ വിലപ്പെട്ട ബുദ്ധിമാന്മാരായ വൈസനികരായ മനുഷ്യന്മാർ അംഗീകരിച്ചത് നമ്മൾ വായിച്ചെടുത്തിട്ടുണ്ട്, പത്രങ്ങളിലൂടെ വായിച്ചെടുത്തിട്ടുണ്ട്, ചാനലുകളിലൂടെ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത ദിവസം എറണാകുളത്ത് വെച്ചൊരു ചുംബന സമരം നടന്നു. സ്നേഹം പുഞ്ചിരി നൽകാൻ മടിച്ചുപോയൊരു സമൂഹം
ശാരീരിക ആസക്തികളെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ടൊരു ചുംബന സമരം നടത്തിയപ്പോ അവിടെയും ആദ്യം പോയിട്ട് അരുതു കാട്ടാള, ഇത് മനുഷ്യർക്കിടയിൽ നടക്കേണ്ട പണിയല്ലെന്ന് പറയാൻ ആദ്യമായി അന്ന് രാവിലെ തന്നെ സുപ്രഭാതത്തിന്റെ എഡിറ്റർക്കൊപ്പം SKSSFകാർ ചേർന്നപ്പോ സാംസ്കാരിക കേരളം പറഞ്ഞു, ഇതാണ് സംഘടന, ഇതാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം, ഇതാണ് യുവജന സംഘടന എന്ന് പറഞ്ഞു. സമരസീമകൾ ഒരിക്കലും രാജ്യത്തിന്റെ നിയമങ്ങളെയോ രാജ്യം അംഗീകരിച്ചിരുന്ന രാജ്യത്തിന്റെ പ്രവർത്തന മേഖലകളെയോ അല്ലെങ്കിൽ സാംസ്കാരിക ഭൂമികയെയോ തച്ചു തകർത്ത് സമൂഹത്തിന്റെ അവകാശങ്ങൾ എന്ന് പറഞ്ഞ് വാഹനങ്ങൾ അടിച്ചു തകർത്തിട്ടില്ല SKSSF സമരരംഗത്തിറങ്ങുന്നത്. SKSSF നടത്തുന്ന സമരം ഒരിക്കലും ഒരു മഹല്ലിനെ രണ്ടാക്കിക്കൊണ്ടല്ല. SKSSF നടത്തുന്ന സമരം അധ്യാപകരെ ഗരവ് ചെയ്തുകൊണ്ടല്ല. SKSSF നടത്തുന്ന സമരം മദ്രസകളിലുള്ള ഉസ്താദുമാരുടെ നേരെ കയ്യാങ്കളിയുമായി വന്ന് തങ്ങളുടെ ഗ്രൂപ്പുകാരനാവണമെന്ന് പറയുന്ന കുടിലമായ മാനസങ്ങളോടെയല്ല. SKSSF ഉയർത്തിവിടുന്ന ധാർമ്മികമായ പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിനിടയിൽ ശക്തമായ ഏറ്റവും ഉന്നതമായ വിധാനത്തിലുള്ള ഒരു സ്വാധീനം സമൂഹത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് യുവാക്കളിലാവട്ടെ വൃദ്ധരിലാവട്ടെ സമൂഹത്തിലെ ശ്രദ്ധേയരായ ബുദ്ധിജീവികൾക്കും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർക്കിടയിലും അവർ ശ്രദ്ധേയരായിരുന്നു എന്നർത്ഥം. മെറൈൻ ഡ്രൈവിൽ പോയി ചുംബനത്തിന് പരസ്യമായ പോയ ജനങ്ങളോട് പിന്നെ 4 ദിവസത്തിന് ശേഷം ആ മനുഷ്യർക്ക്, സ്നേഹം മറന്നുപോയ മനുഷ്യർക്ക് പുഞ്ചിരിക്കാൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അതേ മെറൈൻ ഡ്രൈവിൽ നിന്നുകൊണ്ട് മനസാക്ഷിയും മനുഷ്യനെയും പഠിപ്പിച്ചു കൊടുത്തു SKSSF. SKSSFന്റെ സമരമുറകൾ ക്രിയേറ്റീവായിരുന്നു, ക്രിയാത്മകമായിരുന്നു, ആരെയും തച്ചു തകർത്തുകൊണ്ടുള്ള സമരമായിരുന്നില്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമായി SKSSF സാമൂഹിക ഭൂപടത്തിൽ ഒരുപാട് പ്രവർത്തിക്കുന്നതോടൊപ്പം ആ SKSSFന്റെ പ്രവർത്തകർ ഉൾക്കൊള്ളുന്ന ഒരു മതകീയ പരിസരമുണ്ട്. ഇസ്ലാമിക പരിസരം, ഇസ്ലാമിക ജീവിതം, ഇസ്ലാമിക വ്യക്തിത്വം, ഇസ്ലാമിക പ്രവർത്തനം, ഈ ബഹുസ്വര സമൂഹത്തിലുള്ള ഇസ്ലാമിക പ്രബോധനം. ഇവകളിലെല്ലാം ശക്തമായ തനതായ സ്വാധീനം ചെലുത്തിക്കൊണ്ടാണ് SKSSF മുന്നേറുന്നത്. ആ മുന്നേറ്റത്തെ തടുത്തു നിർത്താൻ കേരളത്തിലെ ഒരു പ്രസ്ഥാനത്തിനും കഴിയില്ല. കാരണം SKSSF പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്. നേതാവാൻ വേണ്ടി സംഘടനകൾ ഉണ്ടാക്കിയവരും അവകാശങ്ങൾക്കെന്ന് പറഞ്ഞ് അധികാരങ്ങൾ നേടാൻ വേണ്ടി ഓടി നടക്കുന്നവർക്കുമിടയിൽ ജനങ്ങൾക്ക് വേണ്ടിയും അവർ ഉൾക്കൊള്ളുന്ന മതത്തിനു വേണ്ടിയും ആ മതത്തെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന സംഘടനയായി SKSSF പ്രവർത്തിക്കുന്നു. പറയാൻ കഴിയില്ല SKSSFനെ കുറിച്ച് രാജ്യത്തെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടുണ്ടായിരുന്ന ഒരു നിമിഷം പോലും SKSSFന്റെ 25 കൊല്ലത്തെ പ്രവർത്തനത്തിൽ എടുത്തു കാണിക്കാൻ ഒരു വ്യക്തികൾക്ക് പോലും കഴിയില്ല. ഒരു വ്യക്തിക്കും കഴിയാത്ത വിധത്തിലേക്ക് ഉന്നതമായ നിലവാരമുള്ള ഒരു പ്രസ്ഥാനമായി SKSSF 25 ആണ്ടുകൊണ്ട് ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയരായി. ഇവിടെ മറുപക്ഷത്ത് 40 തികഞ്ഞു എന്ന് പറഞ്ഞു വരുന്ന ചില വിപ്രസ്ഥാനങ്ങളുണ്ട്. അവർക്ക് പക്ഷേ 15ന്റെ ബോധം പോലുമില്ലെന്നാണ് കണ്ടറിയാനും കൊണ്ടറിയാനും കഴിയുന്നത്. മറുപക്ഷത്തിന്റെ ഒരു പ്രസ്ഥാനം, അഥവാ ഞാൻ തുറന്നു പറയട്ടെ, SKSSFലെ സമസ്ത ഒഴിവാക്കിയാൽ കിട്ടുന്ന മറ്റു 3 പദങ്ങളുള്ള ഒരു പ്രസ്ഥാനം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം പത്രദ്വാര നമ്മൾ വായിക്കുന്നുണ്ട്. സാംസ്കാരിക സമൂഹത്തിന് ഓർക്കാൻ കഴിയാത്തത്, എന്റെയും നിങ്ങളുടെയും പെൺകുട്ടികൾ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്, മദ്രസകളിൽ പഠിക്കുന്നുണ്ട്, സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട്. ഞാൻ ഈ പറയപ്പെട്ട പ്രസ്ഥാനത്തിന്റെ നേതാവായി സംസ്ഥാന പ്രസിഡന്റായി നടന്ന ഒരു വ്യക്തിയാണ് ശ്രീമാൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി SSFന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് കേരളം മുഴുവൻ സമൂഹത്തിന് നേതൃത്വവും മാതൃകയുമായിരുന്നു എന്ന് പറയപ്പെടുന്ന ആ നേതാവ് ചാനലുകളിൽ വന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാനിവിടെ സംഘടനയല്ല പറയുന്നത്, മനുഷ്യന്റെ മുഖം നഷ്ടപ്പെട്ട ചില നേതാക്കളെയും അവരുടെ പ്രവർത്തനങ്ങളെയും ഞാനിവിടെ വിരൽ ചൂണ്ടുകയാണ്. അദ്ദേഹം നേതൃത്വം നൽകുന്ന കുറ്റ്യാടിക്ക് പരിസരത്ത്, നാദാപുരത്തിന്റെ പരിസരത്ത് ഒരു സ്ഥാപനം, ദാറുൽ ഹുദ എന്ന സ്ഥാപനത്തിൽ യാദൃശ്ചികമായി നടന്ന ഒരു പീഡന വാർത്ത. നമ്മളാരും അതിൽ സന്തോഷിക്കുന്നില്ല. ഏത് സ്ഥാപനത്തിൽ നടന്നാലും നമുക്കതിൽ സന്തോഷമില്ല. സ്ഥാപനത്തിൽ ഒരുപക്ഷെ പഠിക്കുന്ന കുട്ടികളും മറ്റും അങ്ങനെ ചെയ്തു എന്ന് വന്നേക്കാം. മനുഷ്യമുഖമില്ലാത്ത പുതിയ മാംസിക ദാഹത്തിന്റെ ലോകത്ത് അങ്ങനെ സംഭവിച്ചേക്കാം. അവർ ധർമ്മത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് സംഘടനകളുടെ ലക്ഷ്യം. SKSSF പറയുന്നു, മനുഷ്യ നീ മനുഷ്യനായി ജീവിക്കുക, കാട്ടാളത്തെ നീ മറക്കുക.
പഴയകാലത്തെ കാട്ടാള ജീവിതത്തെ മറക്കാനാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ ഇങ്ങനെ മൃഗത്തെ മനുഷ്യനാക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തന്നെ 4.5 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ വന്നപ്പോ, അങ്ങനെ ഒരു പീഡനത്തിന്റെ കഥയുണ്ടായപ്പോ, സ്ഥാപനം നടത്തുന്ന സാംസ്കാരിക കേരളത്തിലെ ഒരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഇപ്പോൾ അതിന്റെ യുവജന വിഭാഗത്തിന്റെ സെക്രട്ടറിയായ മനുഷ്യൻ പത്രക്കാരുടെ മുന്നിൽ വന്നുകൊണ്ട് അയാൾ പറഞ്ഞു, ചാനലുകൾക്ക് മുന്നിൽ വന്നുകൊണ്ട് 4.5 വയസ്സുള്ള കുട്ടിക്കെതിരെയാണ് ആരോപണം. തന്റെ സ്ഥാപനത്തിലെ യഥാർത്ഥ പ്രതികളെ പിടിച്ചുവെച്ചിട്ട് അതിന് പകരം അയാൾ നൽകുന്നത് ഒരു ബസ് ക്ലീനറായ പാവ മനുഷ്യനെയാണ്. പക്ഷേ നാദാപുരത്തും പരിസരത്തും മനുഷ്യന്മാരുള്ളതുകൊണ്ട് അവർ പ്രതികരിച്ചു. അയാളെ രക്ഷപ്പെടുത്തിയ ആ പാവത്തെ അതിനുശേഷം യഥാർത്ഥ പ്രതികളെ പിടികൂടുകയും ആ പ്രതികൾക്ക് വേണ്ടി ഇന്ന് ജനങ്ങൾ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. അപ്പോഴും അദ്ദേഹം പറയുന്നത് എന്താണ്? 4.5 വയസ്സുള്ള പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ മൊഴികളിലുണ്ടായ വ്യത്യാസങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇല്ലാ കഥകൾ പറഞ്ഞിട്ട് സമൂഹത്തിന് മുന്നിൽ ഒരുപാട് വേണ്ടാത്തരങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ്. BJP അടക്കം, കോൺഗ്രസ് അടക്കം, മുസ്ലിം ലീഗ് അടക്കം, കേരളത്തിലെ CPM അടക്കം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവിടെ ഇടപെട്ടു. എല്ലാവരും ഇടപെട്ടപ്പോ മനുഷ്യർ ഇടപെടുന്നിടത്ത് മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടി ഇടപെടുക എന്ന SKSSFന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് അവർക്കൊപ്പം SKSSFും പങ്കുചേർന്നു. പക്ഷേ എല്ലാ വിഷയത്തിലും സമസ്തയെയും സമസ്തയുടെ നേതാക്കളെയും കുറ്റം പറയാനും തെറി പറയാനും നമ്മൾ എന്ത് ചെയ്താലും അതിനെതിരെ വിമർശനവുമായി കടന്നു വരാറുള്ള പേരോട് നേരെ പത്രക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് SKSSFകാരനാണ് ചെയ്തത്. എന്ത്? ഞങ്ങളുടെ സ്ഥാപനത്തിനെതിരെ വരാൻ കാരണമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് SKSSFകാരനാണെന്ന് പറഞ്ഞ് ഒരു നാലാംകിട ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക് ആ മനുഷ്യൻ വന്നു. ഞങ്ങൾ നിരീക്ഷിക്കുന്നു, അദ്ദേഹം പ്രവർത്തിച്ച സംഘടനയുടെ ക്വാളിറ്റി കുറവ് കൊണ്ടാണ് ഇങ്ങനെ അയാൾക്ക് പറയേണ്ടി വന്നത്. പ്രത്യേകിച്ച് ഞാൻ നിരീക്ഷിക്കുന്നു, ഞാനും അയാളും പ്രവർത്തിച്ച പഴയ സംഘടനയുടെ ക്വാളിറ്റി ഇത്തരം മനുഷ്യ സംബന്ധിയായ വിഷയങ്ങളിൽ ഇരകൾക്കൊപ്പം നിൽക്കുന്നതിന് പകരം ക്രൂരരായ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന പാരമ്പര്യം അവർക്ക് പലപ്പോഴും കണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ നിന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോഴും അദ്ദേഹം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥ പ്രതികളെന്ന് പറഞ്ഞ് പാവപ്പെട്ട പെൺകുട്ടി, 4.5 വയസ്സുള്ള പെൺകുട്ടി. ഓർത്തുനോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ കായംകുളത്തെ, കൊല്ലത്തെ ഏതെങ്കിലും വീട്ടിലുള്ള നമ്മുടെ പാവപ്പെട്ട 4.5 വയസ്സുള്ള പിഞ്ചുമോള്, അല്ലെങ്കിൽ നാദാപുരത്തിനടുത്ത പേരോട്ട് അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ വീട്ടിലെ തന്നെ 4.5 വയസ്സുള്ളൊരു പെൺകുട്ടിക്കാണ് ഈ അവസ്ഥയുണ്ടായതെങ്കിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ തെരഞ്ഞു പോകുമായിരുന്നു. യഥാർത്ഥ പ്രതികളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ ന്യായാന്യായങ്ങളില് 4.5 വയസ്സുള്ള കുട്ടിക്ക് അറിയാവുന്നത് പറഞ്ഞതിനപ്പുറത്തേക്ക് അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ട് സ്വന്തം മകൾക്കാണ് സംഭവിച്ചതെങ്കിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഈ പണിയെടുക്കുമായിരുന്നോ? അങ്ങനെ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നോ? ഞാൻ ഒന്നുകൂടി പറയുന്നു, ഞങ്ങൾ നിരീക്ഷിക്കുന്നു, ഇത് നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന്റെ കുറവ് കൂടിയാണ്. ഒരുപാട് കേന്ദ്രങ്ങൾ പീഡനങ്ങൾ നടക്കാറുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ നടന്ന സ്ഥാപനങ്ങളിലൊക്കെ പീഡനങ്ങൾ പല സ്ഥലത്തും ഉണ്ടായപ്പോ, കടകളിലും ഷോപ്പുകളിലും മോളുകളിലും എല്ലാം ഉണ്ടായപ്പോ അതിന്റെ അധികൃതരെന്താ പറഞ്ഞത്? പ്രതികളെ ഞങ്ങൾ പിടികൂടാൻ സഹായിക്കും, ആരായിരുന്നാലും നിയമത്തിനപ്പുറത്തേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, അവരെ പിടിച്ചുകൊടുക്കുമെന്നാണ് സാധാരണ മനുഷ്യർ പറയാറുള്ളത്. ഇവിടെ സംഘടനയുടെ, രാഷ്ട്രീയത്തിന്റെ, മതത്തിന്റെ, മതവൈജാത്യത്തിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്നില്ല. അങ്ങനെ ഒരു മതിൽക്കെട്ട് ഇല്ല തന്നെ. അങ്ങനെ ലോകത്ത് നടന്നു വരുന്നൊരു പാരമ്പര്യത്തിന് എതിരായിട്ട് പ്രതികൾക്കൊപ്പം, ഇരകൾക്കൊപ്പം നിൽക്കാതെ പ്രതികൾക്കൊപ്പം, വേട്ടക്കാർക്കൊപ്പം നിന്ന് പാവപ്പെട്ട 4.5 വയസ്സുള്ള പെൺകുട്ടിയെ ഇരയായി കണ്ടവർക്ക് മുകളിൽ നിന്ന് വീണ്ടും കാമാർത്തിയോടെ അതിനു നേരെ ഓടിക്കൂടിയ തന്റെ ശിഷ്യന്മാരായ ആ പ്രതികളെ രക്ഷിക്കാൻ അദ്ദേഹം നോമ്പ് നോറ്റു പിന്നാലെ കൂടുമ്പോ ഞങ്ങൾക്ക് വേദന തോന്നുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ നിയമപാലകർക്കും പ്രവർത്തകർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഇത് കേൾക്കുന്നവർക്കും ബാധ്യതകളുണ്ട്. തന്നെ ഇത്തരം മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ ചെയ്തതിനെ പിന്തുണക്കുന്ന പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിൽക്കാനും കഴിയില്ലെന്ന് ഞങ്ങളിവിടെ ഉണർത്തുകയാണ്. അങ്ങനെ ഞങ്ങൾ കടന്നു വന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നപ്പോ
ഈ നാട്ടിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ മർദ്ദിതർക്കൊപ്പം, പീഡിതർക്കൊപ്പം, അശരണരായ വേദന അനുഭവിക്കുന്ന പട്ടിണി പാവങ്ങൾക്കൊപ്പമാണ് SKSSF നിൽക്കുന്നത്. മനുഷ്യപക്ഷത്താണ്, മനുഷ്യാവകാശ പക്ഷത്താണ് ഞങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും, വർഷങ്ങൾക്ക് മുമ്പ് നാം വേദനയോടെ ഓർക്കുന്ന ഒരു കലാപത്തിന്റെ സ്മരണകൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഗുജറാത്തിലെ പാവപ്പെട്ട, അവിടെയുള്ള പാവങ്ങളിൽ പാവങ്ങളായ 2000-ന് മേലെ വരുന്ന ആളുകളെ കൊന്നൊടുക്കിയ ഗുജറാത്ത് കലാപത്തെ ഓർക്കുന്നുണ്ട്. കലാപം നടത്തുകയും വർഗീയത നടത്തുകയും ചെയ്ത, വർഗീയ അക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നവർ ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രൈസ്തവനായാലും അവരുടെ മതത്തിന്റെ പേര് ഹിന്ദുവെന്നല്ല, ക്രൈസ്തവനെന്നല്ല, മുസ്ലിം എന്നല്ല, അവർ വർഗീയവാദികൾ മാത്രമാണ്. അവരുടെ മതത്തിന്റെ പേരും വർഗീയവാദമെന്നാണ്. അല്ലാതെ ഒരു മതത്തിന്റെ പേരിട്ടും അവരെ വിളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ അങ്ങനെ വിളിക്കാറുമില്ല. മനുഷ്യരക്തം കുടിച്ച് ദാഹം തീരാതെ വന്ന ഗുജറാത്തിലെ അക്രമികളായ ഒരു വിഭാഗം, അവരെ ഞങ്ങൾ ഹിന്ദുക്കൾ എന്ന് വിളിക്കില്ല. അവിടെ ഹിന്ദുക്കളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. മാന്യരും മനുഷ്യരുമായ നല്ല മനുഷ്യരവിടെ ഉണ്ടെന്നറിയാം. ഗുജറാത്ത് ഞങ്ങൾ കാണുന്നു, ലോകത്തിന് മാതൃക കാണിച്ചു കൊടുത്തൊരു മനുഷ്യരുണ്ട്. അർദ്ധനഗ്നനായി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജിയുടെ നാടാണ് ഗുജറാത്ത്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഗാന്ധിജി, ഹേ റാം വിളിച്ചു നടന്നിരുന്ന ഗാന്ധിജി ഒരിക്കലും വർഗീയവാദിയോ വർഗീയവാദികൾക്കൊപ്പമോ ആയിരുന്നില്ല. വർഗീയവാദികളുടെ വെടിയേറ്റ് മരിച്ച മഹാനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അക്രമം നടത്തുന്ന, അക്രമികൾക്കൊപ്പം കൂടുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തെ അംഗീകരിക്കാൻ ഗുജറാത്തിലെ മനുഷ്യർക്ക് കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ടും ഗുജറാത്തിലെ കലാപത്തിൽ 2000-ഓളം ആളുകൾ, പാവപ്പെട്ടവർ, വീട്ടിനുള്ളിൽ കിടന്നുറങ്ങുന്നവരെ വീട്ടിന് തീയിട്ട് ചുട്ടു ചാമ്പലാക്കി കൊന്നുകളഞ്ഞ ഇന്നലകളിലെ വേദനകൾ മറക്കാൻ കഴിയുമോ സഹോദരന്മാരെ? നമുക്ക് ഒരിക്കലും മറക്കാൻ മനുഷ്യന് കഴിയില്ല. അവിടെ മതങ്ങളില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ വിഷയത്തിൽ. അവിടെ മരിക്കുന്നത് ഹിന്ദുവായാലും മുസ്ലിമായാലും മതമില്ല. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇന്നലെ മിനിയാന്ന് 2 ദിവസം മുമ്പ് ഈ ഹോസ്പിറ്റൽ പരിസരത്ത് നിന്ന് തന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ ഹിന്ദുവായ പോലീസുകാരന്റെ ജീവൻ രക്ഷിച്ചു. അങ്ങനെ തന്നെയല്ലേ? അവിടെ മതത്തിന്റെ, അവിടെ നോക്കിയോ, ഡോക്ടർ നോക്കിയോ, പോയിട്ട് ഡോക്ടർ നോക്കിയോ ഇത് ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ഡോക്ടർ നോക്കിയോ? ഇല്ല. അയാൾ നോക്കിയത് ഇതൊരു മനുഷ്യനാണ്, ഇയാളുടെ സിരകളിൽ ഓടുന്നത് മനുഷ്യരക്തമാണെന്നല്ലേ നോക്കിയത്. അങ്ങനെയാണ് മനുഷ്യൻ തമ്മിലുള്ള ബന്ധം. പക്ഷേ ഗുജറാത്തിൽ ഉണ്ടായത് മനുഷ്യക്കുരുതിയായിരുന്നു. ഈ കൂട്ടക്കുരുതി നടന്നത് ലോകം അംഗീകരിച്ചതാണ്. മനുഷ്യരായവരെല്ലാം അംഗീകരിച്ചവരാണ്. എന്നിട്ട് പോലും എന്റെ പഴയ കാലത്തൊരു നേതാവുണ്ടായിരുന്നു, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന ഒരു നേതാവ്. അദ്ദേഹം വിദേശത്ത് പോയിട്ട് പത്രസമ്മേളനം നടത്തി. അവിടെയുള്ള പത്രക്കാരോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? കുവൈത്തിലെ അദ്ദേഹം വിദേശത്ത് വെച്ച് പറഞ്ഞു, ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ലത്രേ. ഇദ്ദേഹം ജീവിക്കുന്നത് ഇന്ത്യയിലല്ലേ? അമേരിക്കയിലെ പത്രങ്ങൾ പോലും അവിടെ ആ കലാപത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത്രത്തോളം ലോക മീഡിയകൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവം. മലയാളത്തിലും ഹിന്ദിയിലും ഉറുദുവിലും അറബിയിലും എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുജറാത്തിലെ കലാപത്തെക്കുറിച്ച് ചോദിച്ചപ്പോ ശ്രീ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഗുജറാത്തിലെ കലാപത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായൊരു ശൈലിയുണ്ട്. ആദ്യം പറഞ്ഞ നിമിഷങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹത്തിന് മറക്കാറുള്ളത് കൊണ്ട് അടുത്തത് നേരെ എതിരും പറയാറുണ്ട്. എന്നിട്ട് അയാൾ പിന്നീട് പറഞ്ഞു, ഗുജറാത്തിൽ വിദ്യാഭ്യാസമില്ലാത്തതിന്റെ പേരിലാണ് കലാപമുണ്ടായത്, അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? പാവപ്പെട്ട 2000-ഓളം വരുന്ന മുസ്ലിങ്ങൾ അവിടെ അക്രമകാരികളായ ചിലരിൽ നിന്ന് അക്രമകാരികളായ വർഗീയവാദികളാൽ കൊല ചെയ്യപ്പെട്ടപ്പോ ആ പാവങ്ങൾ അറിഞ്ഞിരുന്നില്ല ഞങ്ങളെ എന്തിനാണ് കൊല്ലുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല. ഞങ്ങളെ കൊല ചെയ്യപ്പെടുന്നതിന്റെ കാരണം എന്താണെന്ന് അവർക്കറിയില്ല. എന്നിട്ട് പോലും ആ കാലഘട്ടത്തിൽ ഗുജറാത്തിലെ ഭീകരമായ ആ അക്രമ പ്രവർത്തനങ്ങൾക്കിടെ, ആ ഭീകരമായ അക്രമത്തിനിടയിൽ മരിച്ചുപോയ പാവപ്പെട്ടവരെ വിളിച്ചിട്ട് ഇന്ന് നമ്മുടെ പത്രങ്ങളിലൂടെ പറയുന്നു, വിദ്യാഭ്യാസമില്ലാത്തതിന്റെ പേരിലാണ് ഗുജറാത്തിലെ പാവപ്പെട്ടവൻ മരിച്ചു വീണത് അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഗുജറാത്തിലെ പാവപ്പെട്ട മുസ്ലിം എന്ന മനുഷ്യൻ, ആ മനുഷ്യന് അക്രമകാരികളുടെ മുന്നിൽ നിന്ന് പിടഞ്ഞു മരിക്കാൻ കാരണം
വിദ്യാഭ്യാസമില്ലാത്തതിന്റെ പേരിൽ അക്രമകാരിയായി എന്നാണ് നിങ്ങളുടെ ഈ കേരളത്തിലെ ഒരു മനുഷ്യൻ പോയിട്ട് പ്രസംഗിക്കുന്നതെങ്കിൽ, പത്രക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ, ഞങ്ങൾക്കൊന്നേ ചോദിക്കാനുള്ളൂ, മനുഷ്യത്വത്തിന്റെ മറുപക്ഷത്ത് നിങ്ങൾ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന ഈ മനുഷ്യന് ഞങ്ങൾ എന്തിന് അംഗീകരിക്കണം? എന്തിന് മനുഷ്യർ അംഗീകരിക്കണം എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട ഷാബിക് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള യാത്ര ഈ സദസ്സിലേക്ക് കടന്നു വരികയാണ്. ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ബഹുമാനനായ സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ ആ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ബഹുമാനനായ മുസ്തഫ അഷ്റഫി കക്കുപ്പടി മറ്റു തുടങ്ങിയ നേതാക്കൾ ഇതായി എത്തിച്ചേർന്നിരിക്കുകയാണ്. ബഹുമാനനായ രാമനലി ഉസ്താദിന്റെ പ്രഭാഷണം തുടരുന്നു. ഗുജറാത്തിൽ നടന്ന കലാപത്തിലെ പാവപ്പെട്ട മുസൽമാന് വിദ്യാഭ്യാസമുണ്ടായിരുന്നില്ല. വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടാണ് അക്രമികൾ അവരെ കൊന്നൊടുക്കിയത്, അല്ലെങ്കിൽ അവർ അക്രമികാരികളായി മാറിയത് എന്ന് പറയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മനുഷ്യനെ പൊട്ടനാക്കുന്ന, ഗുജറാത്തിലെ പാവപ്പെട്ടവരെ പൊട്ടന്മാരാക്കുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ആർക്കു വേണ്ടി പ്രവർത്തിച്ചാലും ലോകത്തെ മനുഷ്യർക്ക് പറയാനുള്ളത്, അത് പറയുന്നവർക്കൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ അക്രമങ്ങൾക്ക് ഇടയിൽ, അക്രമങ്ങൾ നടക്കുമ്പോ അക്രമകാരികൾക്കിടയിൽ ഇടപെട്ടു പോകുന്നവർക്ക് മതമുണ്ടാകും, അക്രമികൾക്ക് മതമുണ്ടാകും. അവരുടെ മതം അക്രമകാരികളുടെ വർഗീയതയുള്ള മതമാണ്, അല്ലാതെ ഇസ്ലാമോ ക്രൈസ്തവമോ അല്ലെങ്കിൽ ഹിന്ദുയിസമോ അല്ല. ഞാനിവിടെ സൂചിപ്പിച്ചില്ലേ, നമ്മുടെ ഡോക്ടർ ഈ സദസ്സിലുണ്ട്, ഇപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നലെ നടന്ന ആക്സിഡന്റിൽ, 2 ദിവസം മുമ്പ് നടന്ന ആക്സിഡന്റിൽ മനുഷ്യൻ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഹിന്ദുവായ സഹോദരനെ രക്ഷപ്പെടുത്താൻ ഒരു മുസ്ലിം വരുന്നു. ഇവിടെ മതമല്ല, മാനുഷിക ബന്ധങ്ങൾക്ക് എന്നാണ് തെളിയിക്കുന്നത്. അവിടെയാണ് ഗുജറാത്ത് കടന്നു വരുന്നത്. ഗുജറാത്തിലെ ഹിന്ദുവിനെ ഞാൻ പറഞ്ഞില്ലേ, ഗാന്ധിജിയുടെ നാടാണ് ഗുജറാത്ത്. ഗുജറാത്തിലെ പാവപ്പെട്ട നല്ല മനുഷ്യർ, ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രൈസ്തവനുണ്ട്, അവർക്ക് പ്രശ്നങ്ങളില്ല. കലാപത്തെ കാത്തിരുന്ന ചിലർക്കാണ് പ്രശ്നങ്ങളുണ്ടത്. അവരെ ഈ കേരളത്തിലെ ഒരു പ്രഭാഷകൻ അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വ്യക്തി പോയിട്ട് അവരെ വെള്ളമൂശുന്നുവെങ്കിൽ അവർ പറഞ്ഞ കാരണം എന്താ? ഞങ്ങൾക്ക് ഗ്രാന്റ് ലഭിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. ലോകാവസാനത്തെ ഞാൻ ചുരുക്കുകയാണ്, തങ്ങളെ ഇരുത്തിയിട്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. ലോകാവസാനത്തെക്കുറിച്ച് ഇസ്ലാം പറയുന്നിടത്ത് ഒരു വലിയ ഗ്രാന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ലോകത്ത് മനുഷ്യന് നൽകാവുന്ന ഏറ്റവും വലിയ ഗ്രാന്റ് എന്താണ്? ദൈവം വന്ന് പറയുകയാണ്, ഞാൻ ദൈവമാണ്, നിങ്ങൾക്കെല്ലാ സൗകര്യങ്ങളും ഞാൻ തന്നിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല ഗ്രാന്റ്. മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം അവസാന കാലമാവുമ്പോ അങ്ങനെ ഒരു ഗ്രാന്റ് കൊടുക്കുന്ന ആൾ വരും, അയാളെ പേരാണ് ദജ്ജാല്. ഞാൻ സ്വർഗത്തിലേക്ക് നേരെ ഇതാ കൈപിടിച്ചു കൊണ്ടുപോവുകയാണ് എന്ന് പറയുന്നൊരു വിശ്വാസം ഇസ്ലാമിലുണ്ട്. മരിച്ചവരോട് പറയും, ഇതാ ഞാൻ ജീവിപ്പിച്ച് കാണിച്ചു തരാം, അല്ലെങ്കിൽ ജീവിച്ചവനെ പിടിച്ച് അപ്പോൾ തന്നെ കഷ്ണങ്ങളാക്കി മുറിച്ചിടും. ഇതൊക്കെ ഇങ്ങനെ നൽകിയിട്ട്, ഭൗതിക സൗകര്യങ്ങൾ കൂടി നൽകിയിട്ട് അവിടെ പറയും, ഇതാ ഞാൻ ഈ സൗകര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട പഴയകാലത്തെ എന്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഗ്രാന്റ് നൽകാൻ ഗുജറാത്തിലെ നിങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം ഗുജറാത്തിൽ നൽകുന്നു എന്ന് പറയുമ്പോ, ആ ഗുജറാത്തിൽ ഗ്രാന്റ് നൽകുമെന്ന് പറയുമ്പോ, അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് പറയുമ്പോ, ഇങ്ങനെ തെറ്റാല് ഗ്രാന്റ് തന്നാൽ അത് നിങ്ങൾ സ്വീകരിക്കുമോ എന്നാണ് മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ചോദിക്കാനുള്ളത്. മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷ മനുഷ്യത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന എല്ലാ പ്രസ്ഥാനങ്ങൾക്കും എല്ലാ മനുഷ്യർക്കുമെതിരെ ഇവർ ഇത്തരം ശ്രമങ്ങൾ നടത്താറുണ്ട്. അതുകൊണ്ട് ഇത്തരം പക്ഷത്തു നിന്ന് ഇരകൾക്കെതിരെ വേട്ടക്കാരന്റെ വേഷമണിഞ്ഞു നിൽക്കുന്നവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, അരുത് കാട്ടാള, ഈ ക്രൂരത നിങ്ങൾ അവസാനിപ്പിക്കണം. അത്തരം ക്രൂരരോട്
ഞങ്ങൾക്കതേ പറയാനുള്ളൂ. അതുകൊണ്ട് മനുഷ്യത്വത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, മാനവികതയ്ക്ക് വേണ്ടി, തുല്യനീതിയുള്ള ഒരു സമൂഹത്തിന്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടി SKSSF 25 കൊല്ലം കൊണ്ട് നേടിയെടുത്ത ആത്മഹർഷിയായ ഏറ്റവും ശക്തമായ ആദർശബോധത്തിന്റെയും നീതിബോധത്തിന്റെയും ശക്തമായ ആദർശബോധത്തിന്റെയും വ്യക്തമായ പ്രകടനമാണ് സമർക്കന്ദിൽ വെച്ച് വരും ഫെബ്രുവരിയിൽ നമ്മൾ കാണാൻ പോകുന്നത്. നീതിബോധത്തിന്റെ നിതാന്ത ജാഗ്രത അവിടെ കാണും. പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി നിലകൊള്ളും, അല്ലാതെ പീഡിപ്പിക്കപ്പെട്ടവർക്കോടൊപ്പം നിൽക്കാതെ പീഡനം നടത്തിയവർക്കൊപ്പം നിൽക്കുന്നവരെ SKSSF ഈ നീതിബോധത്തിൽ കാണില്ല. അക്രമിക്കൊപ്പം നിൽക്കാതെ അക്രമിക്കപ്പെട്ട് SKSSF കാണും. നീതിയും സത്യവും അസത്യവും പോരാടുമ്പോൾ സത്യത്തിന്റെ പക്ഷത്ത് SKSSF കാണും. അതാണ് നീതിബോധത്തിന്റെ നിതാന്ത ജാഗ്രതയുടെ ഏറ്റവും ശക്തമായ സന്ദേശം എന്നുണർത്തിക്കൊണ്ട് എന്നെ ശ്രവിച്ച എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ചടങ്ങ് ആദ്യം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം വണ്ടാനം മെഡിക്കൽ കോളേജിൽ സർജറി വിഭാഗത്തിൽ ഹെഡായി വർക്ക് ചെയ്യുന്ന ഡോക്ടർ ഷഫീഖിന്റെ മാതൃകാപരമായ ഒരു ഇടപെടൽ മൂലം ഒരു വലിയ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചതിന്റെ ആഹ്ലാദ നിമിഷത്തിലാണ് നമ്മൾ. നമ്മുടെ വണ്ടാനം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് പല ഡോക്ടർമാരും ജനകീയമായ വിഷയങ്ങളിൽ ഇടപെടുകയും മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ ജനകീയ വിഷയങ്ങൾ സജീവമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സർജറി വിഭാഗത്തിൽ ഹെഡായി വർക്ക് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഷഫീഖ് ഡോക്ടർ കഴിഞ്ഞ ദിവസം പാണാവള്ളിക്ക് അടുത്ത് ഉണ്ടായ ഒരു വലിയ ആക്സിഡന്റിൽ നിന്നും അദ്ദേഹത്തിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ആലപ്പുഴ നിവാസികൾ. കേരളത്തിലെ ഒരുപാട് മീഡിയകൾ, സംവിധാനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഇടപെടലിനെ വാനോളം പുകഴ്ത്തുകയും വ്യക്തിപരമായി ആലപ്പുഴ ജില്ലക്കാരനെന്ന നിലയിൽ, വിശിഷ്യ പാനൂർ നിവാസി എന്ന നിലയിൽ അഭിമാനത്തോടുകൂടി ഓർക്കാൻ കഴിയുന്ന നമ്മുടെ സംഘടനാ സംവിധാനത്തിനോടൊക്കെ പലപ്പോഴും നല്ല ഒരു സമീപനം സ്വീകരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഡോക്ടർ ഷഫീഖിനുള്ള ഒരു ആദരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം ഹെഡായി വർക്ക് ചെയ്യുന്ന ഡോക്ടർ ഷഫീഖിനെ നമ്മുടെ ജാഥയുടെ ക്യാപ്റ്റനും കേരള മുസ്ലിമീങ്ങളുടെ അഭിമാന തേജഭുജവും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവാഹകരായിരിക്കുന്ന പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ പൊൻതാരകം പാണക്കാട് സെയ്ദ് സാബിഖ് അലി ശിഹാബ് തങ്ങളാണ് ഉപഹാരം സമർപ്പിക്കുന്നത്. ഈ ഉപഹാരം സ്പോൺസർ ചെയ്തിട്ടുള്ളത് വണ്ടാനം മെഡിക്കൽ കോളേജ് SKSSF യൂണിറ്റ് കമ്മിറ്റിയാണ്. അവിടെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വണ്ടാനം മെഡിക്കൽ കോളേജ് യൂണിറ്റ് കമ്മിറ്റി SKSF സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഉപഹാരം കേരള മുസ്ലിംകളുടെ ആത്മീയാചാര്യൻ പാണക്കാട് സെയ്ദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ ഡോക്ടർ ഷഫീഖിനെ ഹാരമണിയിച്ചുകൊണ്ട് ആദരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു. രണ്ട് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ യഥാർത്ഥ പാന്താവിലൂടെ സഞ്ചരിക്കുന്നവർ ആര്, എന്താണ് അഹ്ലുസുന്ന എന്ന വിഷയമാണ് ഒന്ന് വിശദീകരിക്കുന്നത്. മറ്റൊന്ന് കേരളീയ മുസ്ലിങ്ങളുടെ സാംസ്കാരിക വിദ്യാഭ്യാസ പുരോഗതിയിൽ സമസ്ത വഹിച്ച പങ്ക് എന്നതിനെക്കുറിച്ചുമാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഹസൻ സഖാഫി പൂക്കോട്ടൂർ കേരളീയ സാംസ്കാരിക സംസ്കൃതിക്ക് സമസ്ത നൽകിയ സന്ദേശം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഹസൻ സഖാഫി പൂക്കോട്ടൂർ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ആദരണീയരായ പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട വിശിഷ്ട അതിഥികളെ, SKSSFന്റെ ഈ മഹിത ശബ്ദം ശ്രവിക്കുന്നതിനു വേണ്ടി കേരളത്തിലെ സുപ്രധാന ഇടങ്ങളിൽ
വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാകുന്ന ഈ ഭാഗത്ത് തടിച്ചുകൂടിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, വെള്ളിയാഴ്ച കരുനാഗപ്പള്ളിയിൽ നടക്കുന്ന കേരളീയ സമൂഹം ഏറെ ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഐതിഹാസികമായ ഒരു സമ്മേളനത്തെ ഈ പ്രദേശത്തുള്ള നല്ല മനുഷ്യരുടെ സമീപത്ത് വന്ന് ക്ഷണിക്കുക എന്ന ധാർമ്മികമായ ബാധ്യത കേരളത്തിന്റെ സുഹൃതമാകുന്ന പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരംഗം ഇവിടെ വന്ന് നിർവഹിക്കുകയാണ്. ഈ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നു മാത്രമാണ്: നന്മയിൽ നമുക്ക് കൈകോർത്തു നിൽക്കാൻ കഴിയണം. ഈ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ സ്നേഹം എന്ന് പറയുന്ന ഒന്നുപോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യർ അകന്നു പോവുകയാണ്. ഇവിടെ ആദരണീയരാകുന്ന ഒരു വിശ്വകരനെ, ഒരു ഡോക്ടറെ ഞങ്ങൾ ആദരിച്ചത് തന്നെ ജീവകാരുണ്യത്തിന്റെ മർമ്മമറിഞ്ഞതിന്റെ പേരിലാണ്. പരിശുദ്ധ ഇസ്ലാം കരുണയോടെ എല്ലാവരെയും നോക്കിക്കാണണം എന്ന് പറയുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്നവരിൽ വിവിധ മതവിഭാഗമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. വളരെ സ്നേഹത്തോടെ, വളരെ സാഹോദര്യത്തോടെ നമ്മുടെ ഈ പരിശുദ്ധമായ കേരളത്തിൽ എല്ലാ മതവിഭാഗങ്ങളും സന്തോഷത്തോടെയാണ് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമസ്തയെപ്പോലെയുള്ള 9 പതിറ്റാണ്ടുകാലം കേരളീയ സമൂഹത്തിൽ നിറഞ്ഞ സേവന പ്രവർത്തനം നടത്തിയ ഒരു ആത്മീയ സഭയെയും അതിന്റെ പ്രിയപ്പെട്ട സന്തതികളെയും ആദരവോടെ ശ്രദ്ധിക്കുന്ന ഇതര മതവിഭാഗത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മതത്തിൽപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നന്മയിലധിഷ്ഠിതമായ ഒരു ജീവിതത്തിന് നമുക്ക് കൈകോർക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ മതമാകുന്ന ഇസ്ലാം എല്ലാവരോടും കാരുണ്യത്തോടെ പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഒരു വസ്തുത ഇവിടെ തുറന്നു പറയുകയാണ്: മരണം നടക്കുന്നതുവരെ, ലോകം അവസാനിക്കുന്നതുവരെ, നമ്മുടെ ജീവൻ അവസാനിക്കുന്നതുവരെയുള്ള ഈ സമയം മാനുഷിക പരിഗണന വെച്ചിട്ട് എല്ലാവരും സാഹോദര്യത്തോടെ, സ്നേഹത്തോടെ ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള വിശാലമായ, ഒരിക്കലും അവസാനിക്കാത്ത ഒരു പരലോകമുണ്ട്. ഈ ഒരു സത്യം എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ പരലോകത്തേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ശബ്ദം കേൾക്കുന്ന ഒരാളും പ്രയാസപ്പെടരുത് എന്നുള്ളത് സാഹോദര്യ ബുദ്ധിയ ഞങ്ങളെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു തെളിഞ്ഞ ആശയമാണ്. അവിടെ രക്ഷപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധ ഇസ്ലാമിനെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഖാലിഖാകുന്ന അല്ലാഹുവിനെ സമ്മതിച്ചുകൊണ്ട്, ഇലാഹാകുന്ന പടച്ച റബ്ബിനെ അംഗീകരിച്ചുകൊണ്ട്, സിട്ടാവാകുന്ന നാഥനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയണം. ഒന്നിലധികം ദൈവമില്ല എന്ന വസ്തുതയെ ഏകനാകുന്ന ദൈവത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു പരിശുദ്ധമായ നിയമത്തിലൂടെ പോകുമ്പോൾ ആ പ്രിയപ്പെട്ട ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ള, സൃഷ്ടാവാകുന്ന അല്ലാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കണം എന്നാണ്. അല്ലാഹുവിനെ അംഗീകരിച്ചുകൊണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഒരു മുസൽമാനായി ജീവിക്കുന്നതിലൂടെ ഈ ലോകത്തെ വിജയമല്ലല്ലോ, ശാശ്വതമായ പരലോകത്തുള്ള പരിശുദ്ധമായ വിജയമാണ് നാം ലക്ഷ്യമാക്കുന്നത്. ആ നന്മയിലേക്ക് ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അതേസമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്ലുസുന്ന കോൺഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാകുന്ന ആധികാരിക പണ്ഡിത സഭയുടെ ആശീർവാദത്തോടെ പാണക്കാട് തങ്ങളുടെ സമസ്തയുടെ ഉന്നതന്മാരാകുന്ന പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ ആയിരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ സമ്മേളനം ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ നടത്തുമ്പോൾ ആ സമ്മേളനത്തിന്റെ ഭാഗമായി പറയുന്നത്, ഇസ്ലാമിനെയും ഒരാളും തെറ്റിദ്ധരിച്ചു പോവാൻ പാടില്ല.
ലോകത്ത് ഇന്ന് ഇസ്ലാമിനെ ചിലർ മനസ്സിലാക്കുന്നത് ഹർക്കത്തുൽ മുജാഹിദീനെ കണ്ടുകൊണ്ടോ താലിബാൻ സേനയെ പഠിച്ചുകൊണ്ടോ അൽ ഖാഇദയെ വിലയിരുത്തിക്കൊണ്ടോ തീവ്രവാദ സംഘങ്ങളെ വിലയിരുത്തിക്കൊണ്ടോ ആണെങ്കിൽ കേരളത്തിന്റെ മഹിതമായ സംസ്കാരത്തിലേക്കൊന്ന് കടന്നു വരുമ്പോ നിങ്ങളുടെ ഈ പ്രദേശത്ത് തന്നെ നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിച്ച മഹാരഥന്മാരുണ്ട്, ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ മസ്ജിദുകളുണ്ട്, ഇസ്ലാമിന്റെ പരിശുദ്ധമായ സംസ്കാരത്തിന്റെ ഉയർന്നു നിൽക്കുന്ന അടയാളങ്ങളുണ്ട്. 1400 കൊല്ലങ്ങൾക്കപ്പുറമുള്ള സന്ദേശത്തെ കേരള മണ്ണിൽ പ്രചരിപ്പിച്ച കൊടുങ്ങല്ലൂരിൽ ആദ്യ പള്ളി സ്ഥാപിച്ചുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമത പ്രബോധന പ്രവർത്തനം നടത്തിയ പണ്ഡിതന്മാരുണ്ട്. ഈ പണ്ഡിതന്മാരുടെ പിൻഗാമികളായി രാജ്യത്തിന്റെ നന്മയെ സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പരിശുദ്ധമായ നന്മയെയും അധികാരത്തെയും അവകാശത്തെയും അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചുപോയ മഹാപണ്ഡിതന്മാർ വൈദേശിക ആധിപത്യത്തിനെതിരെ ഈ ഉമ്മത്തിനെ, ഈ സമൂഹത്തിനെ സജ്ജനാക്കിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ആശയത്തിലൂടെ കൊണ്ടുവന്ന മഖ്ദൂമ പണ്ഡിതന്മാരെ പോലെയുള്ള ആളുകൾ, ഉയർന്ന ബഹുമാനപ്പെട്ട മഹാപണ്ഡിതന്മാരും തീര ദേശാഭിമാനികളുമൊക്കെ ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാരെ പോലെയുള്ള, വാരിയംകുന്നത്തിനെ പോലെയുള്ള രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ട വേദിയിലേക്ക് മതത്തിന്റെ പരിശുദ്ധമായ മേലങ്കി അണിഞ്ഞ് ഇന്ന് ആരെങ്കിലും തീവ്രവാദികളായി കടന്നു വരുമ്പോ അവരെ പോലെയല്ല കളങ്കമില്ലാതെ കടന്നു വന്നവരുണ്ടായിരുന്നു. അവരൊക്കെ ഇവിടെ അനുഷ്ഠിച്ച ഒരു അനുഷ്ഠാന കർമ്മങ്ങൾ, ആചരിച്ച പരിശുദ്ധമായ ആചാരങ്ങൾ, വിശ്വസിച്ച പരിശുദ്ധമായ വിശ്വാസങ്ങൾ, ആ പരിശുദ്ധ വിശ്വാസങ്ങളല്ലാതെ ഒരു പുതിയ വിശ്വാസത്തെ ഈ തലമുറകൾക്ക് ആവശ്യമില്ല എന്ന നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന, നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സത്യം ഞങ്ങളിവിടെ തുറന്നു പറയുകയാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇലാഹിയായ തീരുമാനമായി, ദൈവികമായ സന്ദേശമായി പ്രചരിപ്പിച്ച പരിശുദ്ധമായ വിശ്വാസത്തെ സ്വഹാബത്ത് സ്വീകരിച്ചതുപോലെ, മഹാപണ്ഡിതന്മാർ അംഗീകരിച്ചതുപോലെ, നൂറ്റാണ്ടുകളായി കടന്നു വന്നിട്ടുള്ള ഈ പരിശുദ്ധമായ തലമുറ സ്വീകരിച്ചതുപോലെ നമുക്ക് അംഗീകരിക്കാൻ കഴിയണം. ഇതിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി, ഇതിന്റെ പ്രചരണത്തിന് വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 9 പതിറ്റാണ്ട് കാലമായി വലിയ സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് 13 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ കയ്യിൽ മതകാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ട്, രാജ്യസ്നേഹം അവരെ പഠിപ്പിച്ചുകൊണ്ട്, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട്, ഈ രാജ്യത്ത് സാഹോദര്യത്തോടെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഇസ്ലാമത പ്രബോധന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്, സുന്നി യുവജന സംഘം, SKSSF എല്ലാം ഇവിടെ സേവന വീതിയിലാണ്. ഈ നന്മ നിറഞ്ഞ ആശയങ്ങളെ പ്രചരിപ്പിക്കുവാനും സ്വീകരിക്കുവാനുമുള്ള ഒരു വലിയ പരിശുദ്ധമായ സന്ദേശമായി ബഹുമാനപ്പെട്ട തങ്ങളവർകൾ തന്നെ ഇവിടെ വന്ന് കരുനാഗപ്പള്ളിയിലെ ഐതിഹാസികമായ സമ്മേളനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ആ നന്മയെ, സമസ്തയോടുള്ള, സത്യത്തോടുള്ള പരിശുദ്ധമായ ആ കടപ്പാടിനെ ഞങ്ങൾ ഇവിടെ സ്വാഗതം ചെയ്തുകൊണ്ട് ആ സമ്മേളനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആഗോളതലത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല, അറബ് രാഷ്ട്രങ്ങളിൽ മാത്രമല്ല, ലോകത്ത് എവിടൊക്കെയാണോ മലയാളിയുള്ളത് അവിടെ മുഴുവനും ഇസ്ലാമത പ്രബോധന പ്രവർത്തനം നടത്തുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന SKSSFന്റെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഈ പരിശുദ്ധമായ ഒരു സമ്മേളനവും സന്ദേശയാത്രയും നടത്തിയിട്ട് നിങ്ങൾക്ക് ഈ നന്മയിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ഇതിനെ പിന്തുണക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ സന്ദേശം നിങ്ങൾ എല്ലാവർക്കും കൈമാറി കൊടുത്തുകൊണ്ട് കരുനാഗപ്പള്ളിയിൽ നടക്കുന്ന ആയിരങ്ങൾ സംബന്ധിക്കുന്ന ആ വലിയ സമ്മേളനത്തിലേക്ക് നിങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കളെ, നിങ്ങളെ ബന്ധുക്കളെ, നിങ്ങളെ കുടുംബങ്ങളെ കൂട്ടിയിട്ട് ആ സമ്മേളനത്തിൽ വന്നു ചേരുകയും ഇസ്ലാമിനെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുകയും വല്ല സംശയങ്ങളും ആർക്കുണ്ടെങ്കിലും പണ്ഡിതന്മാരെ മുമ്പിൽ നേർക്കുനേരെ ചോദിച്ചിട്ട് നിവാരണം പെടുത്തിയിട്ട് സത്യസന്ധമായ നിലപാടിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു നല്ല തീരുമാനത്തിലേക്ക് എല്ലാവരും വരണമെന്ന് ഹൃദയത്തിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട സമൂഹമേ നിങ്ങളോട് ഞാൻ ഉണർത്തി എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഒരു കാര്യം പ്രത്യേകമായി അറിയിക്കുന്നത്, നമ്മുടെ ഈ സമ്മേളനം ആരംഭിച്ചത് എറണാകുളത്ത് യാത്ര ആരംഭിച്ചു മുതൽ എവിടെ ചെല്ലുകയാണെങ്കിലും സ്വീകരിക്കാൻ നല്ല ഒരു സമൂഹം ആളുകൾ സദസ്സിന്റെ മുമ്പിൽ വന്നിരുന്നു കൊണ്ട് ശബ്ദം കേൾക്കുന്ന പരിസരത്തൊക്കെയുണ്ട്. ഈ ആളുകൾ മുഴുവനും ബഹുമാനപ്പെട്ട ഈ നന്മയെ സ്വീകരിക്കാൻ വേണ്ടി വന്നവരാണ് എന്ന് ഞങ്ങൾക്കറിയാം. അവരൊക്കെ ഞങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം പിന്തുണ അർപ്പിക്കുന്ന പുഞ്ചിരിയോടെ അവർ ഞങ്ങളെ സ്വീകരിക്കുന്നത് തന്നെയാണ്. പല ഭാഗത്തു നിന്നും വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ വരെ ഈ നന്മയ്ക്ക് വേണ്ടി അവർ സഹായങ്ങൾ തരാൻ തയ്യാറെന്ന് പറഞ്ഞ് സാമ്പത്തികമായി നല്ല സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയും ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത് സമ്പത്ത് മോഹിച്ചുകൊണ്ടല്ല. നിങ്ങളുടെ ആ പുഞ്ചിരി, നിങ്ങളുടെ ആ സ്നേഹം, അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഏത് ചെറിയ ഒരു സംഭാവനയാണെങ്കിലും ഞങ്ങളത് വലിയ സംഭാവനയായി കാണുകയാണ്. എന്നതുപോലെ SKSSF കാൽ നൂറ്റാണ്ട് കേരളത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ അടയാളം വിജ്ഞാനം, വിനയം, സേവനം, ഇത് അടയാളപ്പെടുത്തിയ ഒരു കലണ്ടർ നിങ്ങളെ കയ്യിലേക്ക് തരുമ്പോ അത് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങളെ ചുമലിൽ തൂക്കിയിട്ട് ഈ പരിശുദ്ധമായ നന്മയിൽ നിങ്ങളൊക്കെ പങ്കാളികളാകണം എന്നുകൂടി ഞാൻ ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിക്കും വീട്ടിൽ ഇരുന്ന് കേൾക്കാൻ പറ്റുന്ന തരത്തിൽ 15 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന, കേരളത്തിലെ ജനങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന ഒരു DVD, 15 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 3 DVD, വലിയ വില കൂടിയതാണെങ്കിലും കേവലം ഒരു 50 രൂപക്ക് അത് ജനങ്ങളുടെ കയ്യിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നതുപോലെ ഞങ്ങൾക്കൊക്കെ ഇതിന് ഏറ്റവും പ്രചോദനമായിട്ടുള്ളത് 83 കൊല്ലക്കാലം ജീവിച്ച ശംസുൽ ഉലമ എന്ന് പറയുന്ന ലോക പണ്ഡിതനാണ്. ആ പണ്ഡിതനെ അടുത്തറിയാൻ പറ്റുന്ന പുസ്തകം അതും നിങ്ങൾക്ക് ഈ പ്രദേശത്തിൽ ലഭിക്കും. അതൊക്കെ നിങ്ങൾ കൈവശപ്പെടുത്തണം എന്നുകൂടി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. സ്വീകരണ പരിപാടികൾക്കായി ബഹുമാന്യനായ ഷൗക്കത്ത് ഫൈലി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്പോർട്ട്. ഷൗക്കത്ത് ഫൈലി നമ്മുടെ ജാഥയിൽ പങ്കെടുക്കുന്ന ജാഥാംഗം ഇസ്തിഖാമയിലെ മെമ്പർ ഷൗക്കത്ത് ഫൈലി. സുന്നി യുവജന സംഘം മേഖലാ പ്രസിഡന്റ് അഹമ്മദ് അൽ ഖാസിമി വന്നിരായ തങ്ങളവറുകളെ ആദരപൂർവ്വം സ്വീകരണം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു. സ്വീകരണം നൽകുന്നതിന് വേണ്ടി സുന്നി യുവജന സംഘം മേഖലാ പ്രസിഡന്റ് അഹമ്മദ് അൽ ഖാസിമി, SYS മേഖലാ സെക്രട്ടറി യു അഷ്റഫ് സാർ, SKSF മേഖലാ പ്രസിഡന്റ് ഹർഷദ് ഫൈലി അഷ്റഫ് സാർ, SKSF മേഖലാ പ്രസിഡന്റ് ഹർഷദ് ഫൈസി, SKSF മേഖലാ സെക്രട്ടറി മാഹീൻ, SYS സെക്രട്ടറി പുന്നപ്പുറം മണ്ഡലം യൂണിറ്റ് കെ ജബ്ബാർ സാഹിബ്, സുന്നി യുവജന സംഘം വർക്കിംഗ് സെക്രട്ടറി ജമാലുദ്ദീൻ, SYS പുന്നപ്പുറം മണ്ഡലം AM രാജാ സാഹിബ് യൂണിറ്റ് ട്രഷറർ, SBV റേഞ്ച് സെക്രട്ടറി ഷഹബാസ്, CMMH SBV യൂണിറ്റ് ഇജാബ അസ്ഹർ, ഖാദിരിയ കമ്പിവളപ്പ് അൻഷാദ്, SKSF മങ്ങാട് യൂണിറ്റിന് വേണ്ടി റോഷൻ, SKSBV അമ്പലപ്പുഴ റേഞ്ച് പ്രസിഡന്റ് സുൽഫിക്കർ, SKSBV കാക്ക യൂണിറ്റ് മുഹമ്മദ് ഇമാം, ഷമീർ A SKSBV കാക്ക യൂണിറ്റ്, മെഡിക്കൽ കോളേജ് യൂണിറ്റ് തൻസീർ, അമ്പലപ്പുഴ മെഡിക്കൽ കോളേജ് യൂണിറ്റ് ഷഫീഖ്, മെഡിക്കൽ കോളേജ് യൂണിറ്റ് യാസിർ, SKSF നീർക്കുന്ന യൂണിറ്റ് സെക്രട്ടറി അജ്മൽ, SKSF നീർക്കുന്ന യൂണിറ്റ് പ്രസിഡന്റ് അൻസർ, അമ്പലപ്പുഴ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ സാദിഖ് അൻവരി, SKSF നീർക്കുന്ന യൂണിറ്റിന് വേണ്ടി ഷമീർ പുതുപ്പുരക്കൽ, നീർക്കുന്ന യൂണിറ്റിന് വേണ്ടി സഅദ് മാവുങ്കൽ, നീർക്കുന്ന യൂണിറ്റിന് വേണ്ടി ഷഫീഖ് ചേലക്കാപ്പള്ളി, SKSF നീർക്കുന്ന യൂണിറ്റിന് വേണ്ടി അൻസിൽ B1, റിയാസ് അൽഫൌസ്, SKSF പുന്നപ്പുറക്ക് വേണ്ടി റിയാസ് അൽഫൌസ്, SYS ഹാഷിം വണ്ടാനം നിൽക്കുന്നു. ഇനിയും ഒന്നിരായ തങ്ങളവർക്ക് ഈ പേരിൽ വായിക്കാത്ത ആരെങ്കിലും ഉള്ള അവർക്ക് സ്വീകരണം നൽകാവുന്നതാണ്. അല്ലെങ്കിൽ ബഹുമാന്യനായ തങ്ങളവർക്ക് സ്വീകരണങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിക്കും.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ ബഹുമാനനായ മുസ്തഫ അഷ്റഫി കക്കുപ്പടി, ബഹുമാനനായ ഹസൻ സഖാഫി പൂക്കോട്ടൂർ, മറ്റു വേദിയിലും സദസ്സിലും ഉപസ്ഥരായിരിക്കുന്ന ഉലമാക്കൾ, ഉമറാക്കൾ, സമസ്തയുടെയും SKSFന്റെയും കർമ്മോത്സുകരായ പ്രവർത്തകരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹത്തായ ഒരു ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീതിബോധത്തിന്റെ നിതാന്ത ജാഗ്രത എന്ന ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SKSF 25ാം വാർഷികം കൊണ്ടാടുമ്പോൾ അതിന്റെ പ്രചരണാർത്ഥം SKSFന്റെ ആദർശവിങ്ങായ ഇസ്തിഖാമയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആധുനിക ലോകത്തിന്റെ വിജ്ഞാന രീതിയിലൂടെ ഇസ്ലാമിക കാര്യങ്ങൾ പഠിക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിക്കാനും വളരെയധികം പരിശ്രമിച്ചുകൊണ്ട് മുന്നേറുന്ന ഇസ്ലാമിക് ക്ലാസ് റൂമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആദർശ സന്ദേശ റാലിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ വരുന്ന 21, 22 തീയതികളിൽ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മെഴുകുതിരി പോലെ ഈ സമൂഹത്തിന് പരിശുദ്ധമാക്കപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചെന്ന പതി അബ്ദുൽ ഖാദർ മഹാനവരുടെ നഗറിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന അഖിൽ സുന്ന കോൺഫറൻസിന്റെ തുടക്കമാണ് 21ാം ദിവസം നടക്കുന്നത്. 21ാം ദിവസത്തിൽ പൊതുസമ്മേളനവും 22ാം ദിവസത്തിൽ വിവിധ വിഷയങ്ങളെ ആസ്പദിച്ചുകൊണ്ട് ക്യാമ്പ് നടക്കുമ്പോൾ ആ 2 ദിവസവും നിങ്ങളുടെ വിലയേറിയ സമയങ്ങൾ അതിനുവേണ്ടി ചെലവഴിക്കണം. നിങ്ങൾക്ക് പരിശുദ്ധമാക്കപ്പെട്ട ദീനീ വിജ്ഞാനത്തെക്കുറിച്ച് പഠിക്കാനും സമൂഹത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊളുത്തിവെച്ച ദീപം അത് സമൂഹത്തിന് നഷ്ടപ്പെടാനുള്ളതല്ല, അത് ഈ സമൂഹത്തിൽ ഉയർന്നെഴുന്നേൽക്കാനുള്ളതാണെന്ന് ഈ ബോധവുമായി കൊണ്ട് അഖിൽ സുന്ന കോൺഫറൻസ് നടത്തുമ്പോൾ അതിലൊരു ബിന്ദുവായി അണിചേരാൻ നിങ്ങളെ മുഴുവൻ ആളുകളെയും മഹത്തായ ആ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇവിടെത്തിയ ഈ സന്ദേശയാത്രക്ക് ഈ നിങ്ങൾ നൽകിയ വളരെയധികം ഊഷ്മളമായ സ്വീകരണത്തിന് 1000 നന്ദികൾ രേഖപ്പെടുത്തിക്കൊണ്ട് സർവശക്തനായ അല്ലാഹു നമ്മളെല്ലാവരെയും അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇത്തിഖാദോടുകൂടി അല്ലാഹു ജീവിപ്പിച്ച് മരിപ്പിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വാഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി പറയുന്നതിനോട് ജബ്ബാർ സാഹിബ് ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ ആദർശ സന്ദേശയാത്രയുടെ സ്വീകരണ പരിപാടി നമ്മൾ നേരിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും ഇൻഷാ അല്ലാഹ് അടുത്ത സ്വീകരണ കേന്ദ്രം